കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദേശീയയിലായിരിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദേശീയയിലായിരിക്കാം. രാവിലെ മുതൽ 2 പ്രത്യേക സന്ദേശങ്ങളാണ് കർത്താവ് നമുക്ക് തന്നത്. ഒന്ന്, ഒരു ധനാഢ്യനായ മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, നീ മുറുകെ പിടിച്ചിരിക്കുന്നതൊക്കെ വിട്ട് എൻ്റെ പിന്നാലെ വരിക. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? പ്രിയ ജോർജാൻ പ്രസംഗിച്ച ആ വിഷയത്തിൻ്റെ ചോദ്യം എന്തായിരുന്നു? നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എത്തിച്ചു. നല്ലൊരു ഹൈ ക്വാളിറ്റി ഉള്ള ഒരു തീമാണ് താൻ എടുത്തു വെച്ചത്. നമുക്കും അത് തന്നെയാണ് വേണ്ടത്, നിത്യജീവൻ പ്രാപിക്കുക. എൻ്റെ പ്രസംഗ വിഷയമാണ്. പുള്ളി അത് മോട്ടിച്ചെടുത്ത് നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യാം? രണ്ടാമത്തത്, ദൈവത്തിൻ്റെ ടച്ചിങ്. 2 മെസ്സേജിനും അതിൻ്റേതായ ആർക്കവും തൂക്കവും ഗൗരവവും ഒക്കെ ഉണ്ട്. സ്തോത്രം. എന്നാൽ ഞാൻ പറയാൻ പോകുന്ന സന്ദേശം വ്യത്യസ്തമാണ്. സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണം. പൈസ, ധനം വിടണമെങ്കിൽ വിടണം, സ്ഥാനമാനങ്ങൾ വിടണമെങ്കിൽ വിടണം, കസേര വിടണമെങ്കിൽ വിടണം, നമ്മുടെ ജഡസ്വഭാവം മാറണമെങ്കിൽ മാറ്റണം. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതൊക്കെ ചെയ്തേ പറ്റൂ. കാരണം ഇമ്പോർട്ടൻ്റ് നിത്യജീവനാണ്. മറ്റൊന്നൊക്കെ ഇവിടെ പ്രാപിച്ച് ഇവിടെ ഇട്ടിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ സന്ദേശം വളരെ മനോഹരമാണ്. ഞാൻ അതിനുകൂടി ഒന്നുകൂടി ആക്കം കൊടുത്തുകൊണ്ട് 1-2 വാക്ക് പറയുന്നു. നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടോ അതിനോടൊക്കെ എന്ത് ചെയ്യണം? വിട പറയണം. അതാണ് ഇന്ന് പകലിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ സന്ദേശം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മൾ ഇന്നിവിടെ കാണുന്ന പോലെ എൻ്റെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും ഇരിക്കണം. മനസ്സിലായി? ഇന്നിവിടെ കർത്താവിൻ്റെ ദാസൻ വന്ന് കേട്ട ദൂതൊക്കെ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ഇന്നിവിടെ കണ്ടവരെല്ലാവരും സ്വർഗത്തും കാണണം. അപ്പം അതിന് നിത്യജീവൻ പ്രാപിക്കാൻ തടസ്സമായിട്ട് ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ കുറ്റങ്ങളുണ്ടോ അതെല്ലാം വിട്ട് ശുദ്ധീകരണം പ്രാപിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ അനായാസനെ നിത്യജീവൻ പ്രാപിച്ചെടുക്കാൻ ദൈവമക്കൾ ഒരുങ്ങണമേ എന്ന് ആ സന്ദേശത്തോടെ ചേർത്ത് വെച്ച് ഞാനൊരു ദൂതുകൂടി പറഞ്ഞ് രണ്ടാമത് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ മനോഹരമായ സന്ദേശം, ദൈവം നമ്മളെ ഒന്ന് തൊടണം. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എൻ്റെ അകക്കണ്ണൊന്ന് പ്രകാശിപ്പിക്കാനൊന്ന് തൊടണം കർത്താവേ, എൻ്റെ ഹൃദയത്തെ ഒന്ന് തൊടണം കർത്താവേല്ല. സ്തോത്രം. എൻ്റെ ആത്മാവിനെ ഒന്ന് സ്പർശിക്കണം കർത്താവേല്ല. കാരണം അതല്ലേ നിലനിൽക്കുന്നത്, മറ്റതൊക്കെ ഇവിടെ ഇട്ടേച്ച് പോകുമല്ലോ. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ ആകമാനമായിട്ട് കർത്താവ് ഒന്ന് തൊട്ട് ഒരു ശുദ്ധീകരണത്തിലേക്ക് നടത്തി, യെശയ്യാവിനെ ശുദ്ധീകരണത്തിലേക്ക് നടത്തിയതുപോലെ ഒരു വലിയ ശുദ്ധീകരണത്തിലേക്ക് നടത്തി നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ കർത്താവ് ഇടയാക്കണം. ഒരു കുരുടനെ കർത്താവ് തൊട്ട ചരിത്രം സുവിശേഷം പറയുന്നുണ്ട്. തൊട്ട് കഴിഞ്ഞിട്ട് അവനോട് ചോദിച്ചു, ഇപ്പം എങ്ങനെയുണ്ട്? കറക്റ്റായിട്ട് പറഞ്ഞു, മരം പോലെ ഉണ്ടെന്ന്. തൊടല് കിട്ടിയവൻ്റെ അവസ്ഥ എന്താണ്? മരം പോലെ. പിന്നെ എന്തോ ചെയ്യേണ്ടി വന്നു? അവന് ഒരു സെക്കൻഡ് ടച്ച് അവനിലേക്ക് വന്നപ്പോഴാണ് കാഴ്ചപ്പാട് ക്ലിയർ ആയത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ തൊടുന്നു, കർത്താവ് നമ്മളെ തൊട്ടു. ആ തൊടലൊക്കെ നമുക്ക് ആത്മീകമായി നിത്യതയ്ക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണം പ്രയോജനമായി ഭവിക്കണമെന്ന് ആ ദൂതനോട് ചേർത്തൊരു ചെറിയ സന്ദേശം കൂടി ഞാൻ പറയുകയാണ്. 2 കർത്താവിൻ്റെ ദാസന്മാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വന്ന സന്ദേശങ്ങൾ നമ്മളെ അനുഗ്രഹത്തിലേക്കും വിടുതലിലേക്കും നടത്തട്ടെ. കർത്താവ് എന്നെ ഏൽപ്പിച്ച ആ വലിയ സന്ദേശം കവിവാചകം പോലെ പറഞ്ഞ് ഞാനും കറക്റ്റ് സമയത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെടുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ ആരെങ്കിലും നല്ല ശബ്ദത്തിലൊന്ന് വായിച്ചാണ്. സ്തോത്രം, 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 സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായം 1 മുതൽ
5 വരെയുള്ള വാക്യം. അതിലൊരു 10-13 വാക്യം നമ്മൾക്ക് ചിന്തിക്കണം. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തോടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, 2 വിലപ്പെട്ട സന്ദേശങ്ങൾ ഞങ്ങൾക്ക് തന്നതിന് ശേഷം അപരിമിതമായ സമയത്തിനുള്ളിൽ ഈ വിലപ്പെട്ട വചനത്തെ കർത്താവിനെ ഏൽപ്പിക്കുന്നു. ഈ വായിച്ച വചനം കർത്താവെ ഞങ്ങൾക്ക് ആത്മീകമായി വലിയ വിടുതലായി, വലിയ ശുദ്ധീകരണമായി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളുടെ അന്തരാത്മാവിൽ ഈ വചനങ്ങൾ ശക്തിയോടെ അവിടെ നിന്ന് നൽകി സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരുക്കപ്പെട്ട നിലം പോലെ ഞങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഈ വചനങ്ങൾ ഏറ്റെടുത്ത് സന്തോഷത്തോടെ, പ്രത്യാശയോടെ, ശുദ്ധീകരണത്തോടെ കടന്നു പോകുവാൻ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആളുമാറിയവരെ പോലും ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അങ്ങനെ ചെയ്താട്ട് വചനത്തിനെതിരെ വ്യാപരിക്കുന്ന എല്ലാ ദുഷ്ടപോരുകളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ദൈവവചനകൊടികളെ പോഷിപ്പിച്ചാട്ട് മഹത്വം കർത്താവിനെ യേശു നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം നല്ല പിതാവേ. 16-ാം തീയതി ഇവിടെ മീറ്റിംഗ് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, എന്താണ് ഇവിടെ ഒരു സന്ദേശമായിട്ട് അറിയിക്കാനുള്ളതെന്ന് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ ഈ ഭാഗമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ അതിൻ്റെ 10, 12, 13 വാക്യങ്ങളിലെ വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനാണ് കർത്താവ് ശരണപ്പെടുന്നത്. അപ്പോൾ ഈ വചനം കിട്ടിയപ്പോൾ ഞാൻ ഇരുന്ന് അങ്ങ് ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവമേ, ഇതെങ്ങനെ പറയണം? കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു പോർഷൻ അല്ല ഈ ഭാഗം. പൗലൂസ് പഠിപ്പിക്കുന്ന ഒരു വിഷയം, ഒരു വലിയ ജനത മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് വഴിയിൽ വെച്ച് പട്ടുപോയ ചരിത്രമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ആ പട്ടുപോകാനുണ്ടായ പ്രധാന കാരണം എന്താണെന്ന് അക്കമിട്ടെടുത്ത് പറയുന്നു ഈ വേദഭാഗങ്ങളിൽ. നിങ്ങളൊരു വീട്ടിൽ പോയി 2-3 പ്രാവശ്യം ധ്യാനിക്കുകയും കൂടി ചെയ്യണം. സ്തോത്രം. മിസ്രയീമിൽ അടിമമുഖത്തിൽ കിടന്ന ഇസ്രായേൽ മക്കൾ വിടുവിക്കപ്പെട്ട് ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദത്ത കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അവരുടെ വഴിയാത്രയിൽ വെച്ച് അവർ പട്ടുപോകാനുണ്ടായ 5 വിധ പാപ സ്വഭാവങ്ങൾ. എന്തിനാണിത് പുതിയ നിയമസഭയായ നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്? ഈ മരുഭൂമിയിൽ നമ്മൾ പട്ടുപോകാതിരിക്കുക, നമ്മുടെ യാത്ര വഴിയിൽ വെച്ച് മുടങ്ങാതിരിക്കുവാൻ, ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സ്വർഗീയമായ അനുഗ്രഹങ്ങളും നന്മകളൊക്കെയും അത് ഗുണകരമായി തീരണമെങ്കിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് ചെന്നെത്തണം. വഴിയിൽ വെച്ച് പട്ടുപോകരുത്. ഞാൻ ഈ വചനം പറയാനായിട്ട് താല്പര്യപ്പെടുന്നതിന് മുമ്പ് പ്രിയ ജോലിശാനെ വിളിച്ചു പറഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിക്കപ്പെട്ട വചനം ഇതാണ്, ഞാനിതെങ്ങനെ പറയണമോ? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ്, ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച വചനം പറയാന്നല്ലാണ്ട് വേറെന്താ? സ്വതന്ത്രം. ഇനി താൻ പറയേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും, അതാണ് എൻ്റെ സ്വഭാവം. കാരണം ദൈവാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം, ശുദ്ധീകരണത്തിൻ്റെ സന്ദേശം, അത് ഏറ്റവും വിലപ്പെട്ടതാണ്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. വാത്സല്യ ദൈവമക്കളെ, ഈ പൗലൂസ് ഈ ഭാഗം പഠിപ്പിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവ് എന്തുകൊണ്ടാണ് കൊരിന്ത്യർക്ക് ഇങ്ങനെ ഒരു സ്തോത്രം ഉപദേശം അപ്പോസ്തലനായ പൗലൂസ് കൊടുക്കാനിടയായി തീർന്നത്? കൊരിന്ത് എന്ന പട്ടണത്തെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരോട് ഇരിപ്പുണ്ട്. ഏറ്റവും വലിയ പാപം നിറഞ്ഞ ഒരു പട്ടണമാണ്. സകല അശുദ്ധിയും സകല അക്രമങ്ങളും അനീതികളും നടമാടുന്ന ഒരു വലിയ പട്ടണമാണ് കൊരിന്ത്. അതിനെയാണ് കൊരിന്ത്യർ എന്ന് നമ്മൾ പറഞ്ഞാക്കിയത്. അപ്പോൾ ആ പട്ടണത്തിലുള്ള ജനത്തോട് ഈ ശുദ്ധീകരണത്തിൻ്റെ ദൂത് പറയേണ്ടത് അന്ന് അനിവാര്യമായിരുന്നു. ആ ദൂത് കേട്ട് അവർ ശുദ്ധീകരണം പ്രാപിച്ച് 2-ാം ലേഖനത്തിൻ്റെ 3-ാം അധ്യായം എന്ന് വായിച്ചാൽ 1-2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചാൽ. സ്തോത്രം സ്തോത്രം സ്തോത്രം. 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2-3 വാക്യങ്ങൾ. തുടങ്ങുന്നുവോ? അല്ല. സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. അപ്പൊ അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷ
ഇവര് കേട്ടും പഠിച്ചും അനുസരിച്ചും ജീവിച്ചവർ ആരെ പോലെ ആയിപ്പോ? അല്ല, ഞങ്ങളുടെ പത്രം. ബാക്കിയൊക്കെ തിരിഞ്ഞു പോയത് അപ്പോസ്തലന്മാരെ പോലെയായി. നെക്സ്റ്റ് പോയിന്റ്, ഈ കൊരിന്ത് പട്ടണത്തിലെ വിശ്വാസികൾ ദൈവവചനം കേട്ട് പഠിച്ച് അനുസരിച്ച് ജീവിച്ച് അശുദ്ധിയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് അപ്പോസ്തലന്മാരെ പോലെയായി വിശുദ്ധിയിൽ ജീവിക്കുന്ന അനുഭവത്തിലേക്ക് വരും. അതാണ് നമുക്ക് ആവശ്യം. അത് കഴിഞ്ഞ് അടുത്ത വാക്യം കൂടി അമ്മാമ്മ. അപ്പൊ പത്രം മാറി. ഇപ്പൊ അപ്പോസ്തലന്മാരുടെ പത്രം മാറിയിട്ട് ഇപ്പൊ ക്രിസ്തുവിനെ പോലെയായി അവര്. കൊരിന്ത് പട്ടണം പാപം നിറഞ്ഞ പട്ടണത്തിൽ കിടന്ന ഈ കൊരിന്ത് വിശ്വാസികൾ കർത്താവിന്റെ ദാസന്മാരിൽ നിന്ന് ഉപദേശം കേട്ട് അനുസരിച്ച് പഠിച്ച് അവർ വളർന്ന് അവരാരായി? അപ്പോസ്തലന്മാരെ പോലെയായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് പിന്നെയും ദൈവവചന പഠനവും അനുസരണവും നിരന്തരമായി അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് നിമിത്തം അവർ ക്രിസ്തുവിന്റെ പത്രങ്ങളായി തീർന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. 3.5 വർഷം കൂടെ കൊണ്ട് നടന്ന് പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ഇനി നിങ്ങളാണ് ലോകത്തിന്റെ വെളിച്ചം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ച ആ കൊരിന്ത് സഭയെ ക്രിസ്തുവിനെ പ്രകാശിക്കാൻ തുടങ്ങി. ഇതല്ലേ നമുക്ക് വേണ്ടത്? ക്രിസ്തുവിനെ പോലെ ആകെയല്ലേ വേണ്ടത്? ഞാൻ എപ്പോഴും പറയാറുള്ളത്, കർത്താവ് ഇരിക്കുന്നിടത്ത് അങ്ങോട്ട് ചെല്ലണമെങ്കിൽ കർത്താവിനെ പോലെ ആകാൻ നടക്കത്തില്ല. ഇവിടുത്തെ പരിപാടിയൊന്നും കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. കർത്താവിനെ പോലെ നമ്മൾ ആയിത്തീർന്നാൽ മാത്രമേ ക്രിസ്തുവിന്റെ സ്വഭാവവും ക്രിസ്തുവിന്റെ മനസ്സും അവന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്നാൽ മാത്രമേ നമുക്ക് നിത്യത പ്രാപിക്കാൻ പറ്റത്തുള്ളൂ, ദൈവരാജ്യം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതിനുള്ള ഉപദേശമാണ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. അപ്പോൾ ഈ പഠിപ്പിച്ച ഉപദേശം അനുസരിച്ച് ജീവിച്ചപ്പോൾ എന്ത് പറ്റി? അവര് നിത്യത പ്രാപിക്കാൻ ഇടയായിത്തീരും. ഇനി കൊരിന്ത ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 വാക്യങ്ങൾ വായിച്ചോട്ടെ സഹോദരന്മാരെ. മേഘത്തിന് കീഴിലായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് മേഘം. അടുത്ത എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് ചേർന്നു. അവിടെ ഒരു നിമിഷം, അവർ സ്നാനമേറ്റ് മോശയോട് ചേർന്നു, നമ്മൾ സ്നാനമേറ്റ് യേശുവിനോട് ചേർന്നു. തെറ്റിപ്പോകരുത്, ഇത് രണ്ടും വകതിരിച്ച് പഠിച്ചോണം. അവർ സ്നാനമേറ്റ് ആരോട് ചേർന്നു? മോശയോട് ചേർന്നു. നമ്മൾ സ്നാനമേറ്റ് ആരോട് ചേർന്നു? യേശുവിനോട് ചേർന്നു. അപ്പൊ യേശുവിനോട് ചേർന്നെങ്കിൽ യേശുവിൽ നിന്ന് പഠിച്ചോണം. സ്തോത്രം, സ്തോത്രം. പഴയ നിയമത്തിലെ വചനങ്ങൾ നമുക്ക് ബുദ്ധി ഉപദേശങ്ങളായിട്ടും പല നിലയിലും അതെടുത്ത് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. പക്ഷെ യേശുവിനോട് ചേർന്നവൻ യേശുവിൽ നിന്ന് പഠിച്ചോണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് അതനുസരിക്കാനായിട്ട് ആ ഓരോ ദേശത്തും പോയി അവർ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിച്ചിട്ട് കർത്താവ് പഠിപ്പിച്ചതൊക്കെ അവരെ പഠിപ്പിച്ച് ഓരോ സഭകളായി റോമയിൽ ഒരു സഭയുണ്ടായി, കൊരിന്തിൽ ഒരു സഭയുണ്ടായി, എഫെസോസിൽ സഭയുണ്ടായി, കൊലോസ്യയിൽ സഭയുണ്ടായി, ഗലാത്യയിൽ സഭയുണ്ടായി, തെസ്സലോനിക്കയിൽ സഭയുണ്ടായി. ഓരോ ദേശത്തും ആ ദേശത്തിന്റെ പേരുകൾ അറിയപ്പെടുന്ന കർത്താവിന്റെ സഭയുണ്ടായി. നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് കർത്താവിന്റെ സഭകളൊക്കെ ദേശത്തിന്റെ പേരിലല്ല അറിയപ്പെടുന്നതെങ്കിലും മറ്റുള്ള നിലയിലൊക്കെ ഓരോരുത്തരുടെ സ്ഥാപിത താല്പര്യങ്ങളിലൂടെയാണ് നിൽക്കുന്നതെങ്കിലും എനിക്കതിനോട് വിരോധമൊന്നുമില്ല. പക്ഷെ കർത്താവ് പഠിപ്പിച്ചത് അവരെ പഠിപ്പിച്ച് അവരെ ആത്മീകരാക്കി അവരെ അപ്പോസ്തലന്മാരെ പോലെ വളർത്തി അവരെ കർത്താവിൻ്റെ കാണത്തക്ക നിലയിൽ ക്രിസ്തുവിൻ്റെ പത്രങ്ങളാക്കി അവരെ വളർത്തിയെടുക്കുന്നില്ലെങ്കിൽ വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. പറയുന്നതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ ആശയം നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഓർമ്മിക്കുന്നു. എൻ്റെ ഈ ചെറിയ പ്രായമൊന്നുമല്ല, എനിക്കിപ്പോൾ 67 വയസ്സായി. 50 വർഷമായി ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് ഇനി 50 വർഷം കൊണ്ട് സഭകളെയും നേതൃത്വ നിരകളെയും ഉപദേശങ്ങളെയും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധു മനുഷ്യനാണ്. നമ്മുടെ ഒക്കെയും പർപ്പസ് എന്ന് പറഞ്ഞാൽ, ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യമായിരിക്കണം. യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിന് വഴിയായിട്ട് വന്നിട്ട് തൻ്റെ പ്രസംഗം എന്തായിരുന്നു? ദൈവരാജ്യം സ്വർഗരാജ്യം. യേശുക്രിസ്തു വന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രസംഗം എന്തായിരുന്നു? ദൈവരാജ്യം സ്വർഗരാജ്യം. അപ്പോസ്തലനായ പൗലോസ് പ്രവൃത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ദൈവരാജ്യം പ്രസംഗിച്ചു, യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചു.
നിർഭാഗ്യമെന്ന് പറയട്ടെ, ഇന്ന് അതൊക്കെ മാറിയ കാലഘട്ടങ്ങളായി മാറിയിരിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടൊരു വലിയ സംഖ്യ ജനം അവർ പുറപ്പെട്ട് അവർ മരുഭൂമിയിൽ അവർക്ക് സംഭവിച്ച ദുരന്തമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ആ ദുരന്തം നമുക്ക് സംഭവിക്കാതെ നമ്മളത് നിത്യതയിൽ ചെന്നെത്താനാണ് പരിശുദ്ധാത്മാവ് ഈ വചനം ഇന്ന് വൽക്കാലം നമുക്ക് തരുന്നത്. വായിച്ചു നിർത്തിയ ഭാഗം തൊട്ട് വായിക്കാം പിന്നീട്. സ്തോത്രം. കുടിച്ചു. ആമേൻ. അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ പ്രധാന വിഷയം. മിസ്രൈമിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഒരു മ്യൂസിക് സംഘം ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട് പലരും. അതിൻ്റെ തലപ്പത്തൊരു സഹോദരനല്ല സഹോദരിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളൊക്കെ കേൾക്കാണല്ലേ? മിരിയാം തപ്പെടുത്തു അല്ലേ? ഇല്ലേ? പാട്ടൊക്കെ പാടിയോടെ ഇവിടെ ഇങ്ങനെയൊക്കെ പോന്നു. പക്ഷെ വന്ന് എന്താ പറ്റി? നിങ്ങൾക്കിത് വലിയ സുഖം തരുന്നൊരു മെസ്സേജ് അല്ലായിരിക്കാം, എങ്കിലും ക്ഷമയോടെ ഇരുന്ന് കേൾക്കണം. വന്ന് യാത്ര ചെയ്ത് 40 വർഷം പണ്ട് പോൾ ഗോപാലകൃഷ്ണൻ പറയുമായിരുന്നു, 2 കൈയും ഇങ്ങനെ പുറകോട്ട് വെച്ച് ചന്തി കൊണ്ട് നിരങ്ങിയാൽ ഒരാഴ്ച കൊണ്ട് എത്താവുന്ന ദേശമുള്ളൂ കനാൻ ദേശം. ഈ 40 വർഷം കിടന്ന് ചവിട്ടി തൊഴിച്ചിട്ട് അങ്ങ് എത്തിയില്ല, വഴി വെച്ച് പട്ടുപോയി. അതാണ് ഇവിടെ പറയുന്നത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഞാൻ ചോദിച്ചു, പെരുമ്പാവൂർ എന്തിനാ കർത്താവ് ഈ സന്ദേശം തരുന്നത്? അവരെല്ലാവരും കൂടി എന്നെ എടുത്തിട്ടെങ്കിൽ അലക്കിയാൽ സാരമില്ല, നീ അങ്ങ് ചത്തോ, ഒരു കുഴപ്പമില്ല. എന്നാലും ദൂത് പറയാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാരെ, ദാസിമാരെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പറഞ്ഞിരിക്കുന്ന സന്ദേശം, തന്ന സന്ദേശം ഞാൻ അതുപോലെ നിങ്ങളോട് പറയുകയാണ്. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് ജനം വഴിയിൽ വെച്ച് അവർ പട്ടുപോയി. അതുകൊണ്ടൊരു സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിക്കാൻ. അതിൻ്റെ ഗാംഭീര്യം എത്ര വലുതാണെന്ന് വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പുത്രനെ ചുംബിച്ചോളാൻ, പുത്രനെ അനുസരിച്ചോളാൻ. ഹല്ലേലൂയ. തേജോമനായ ദൈവത്തിൻ്റെ പ്രമാണം ലഭിച്ച ഇസ്രായേൽ മക്കൾ പാട്ടും പാടി സന്തോഷത്തോടെ. ഞാനത് ചോദിക്കട്ടെ, ഇസ്രായേൽ മക്കൾ കണ്ട അത്ഭുതം നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞ ആരെങ്കിലും ഒന്ന് കൈ ഉയർത്തി പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞു. കണ്ടിട്ടില്ല. ഇസ്രായേൽ മക്കൾക്കുണ്ടായ അത്ഭുതങ്ങൾ, ദൈവം അവർക്ക് കൊടുത്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ആ രാജാക്കന്മാരുടെയും അത് ഓരോ ദേശത്തൊക്കെ ചെന്നപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ കോഴി ചിക്കുന്ന പോലെ ചിക്കി പഠിക്കുന്ന ആളാണ് ഞാൻ. അത് ഓരോന്ന് പറയാനുള്ള സമയമില്ല. ദൈവം അവർക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒട്ടനവധിയാണ്. പക്ഷെ അവിടെ നിത്യത എവിടെയായി? ഹല്ലേലൂയ. എല്ലാവരും ശാന്തമായിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ സന്ദേശം ഏറ്റെടുത്ത് പോകണമെന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. 2 ദൈവദാസന്മാർ എനിക്ക് മുൻപ് പറഞ്ഞു, ആ 2 ദൂതുകളും വളരെ വിലപ്പെട്ടതാണ്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂതുകളാണ്. അതിനോട് ചേർത്ത് വെച്ച് ഈ ദൂത് കൂടി ഒന്ന് പഠിച്ച് മനസ്സിലാക്കി ആ വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ഒരു ശുദ്ധീകരണത്തോടെ പോയാൽ നമുക്ക് അക്കരെ ചെല്ലാം. പ്രോമിസ് ചെയ്യുകയാണ്. ഞാനല്ല, പൗലോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൊരിന്ത് സഭ ഈ വചനങ്ങൾ കേട്ടനുസരിച്ച് അപ്പോസ്തലന്മാരെ പോലെയായി, അവർ ക്രിസ്തുവിനെ പോലെയായി, അവരുടെ നിത്യത ഉറപ്പായി. അപ്പോൾ ചോദിക്കും ചിലർ, വേദപരിജ്ഞാനമുള്ളവരൊക്കെ ചിലരുണ്ട്, അവർ പറയും 2 കൊരിന്ത്യർ ലേഖനം എഴുതി വന്ന സമയത്ത് ഞാൻ വഴിയോടുകൂടി വരട്ടെ എന്നൊക്കെ അവസാന ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. ചില ഗുണം പിടിക്കാത്തവന്മാർ അവിടെ ഉണ്ടായിരുന്നില്ല. അത് എക്കാലത്തും ഉണ്ട്, എല്ലാ സഭകളിലുമുണ്ട്, എല്ലാ കൂട്ടായ്മകളിലുമുണ്ട്. എത്രത്തോളം വചനം കൊടുത്താലും, എത്രത്തോളം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു കൊടുത്താലും അത് മുഴുവൻ അനുസരിക്കാൻ കഴിയാത്ത ചില യൂദാമാര് എല്ലാ സഭകളിലുമുണ്ട്. അവരെ അങ്ങ് ലിമിറ്റ്, അവരെ അങ്ങ് വിട്ടേക്കുക, അവരെ ദൈവം കൈകാര്യം ചെയ്തോളും. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനം ഏറ്റെടുത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ദൂതാണിത്. സന്തോഷത്തോടെ ഇതെന്ന് വൽക്കാലം ഏറ്റെടുക്കണം. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ആൻറ്റി അടുത്ത വാക്യം. അവിടെ നിൽക്കുക. എൻ്റെ ദൈവമേ, എന്തുവാ? സ്വന്തം 10 അത്ഭുതങ്ങൾ കണ്ടവരെ. അല്ലേ? ഞാൻ ചോദിക്കട്ടെ, രാത്രി ദൈവം മേഘസ്തംഭമായി അവർക്ക് വെളിച്ചം കൊടുത്തു. പകലെന്ത് ചെയ്തു? പകല് മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. പിന്നെ കുടിക്കാൻ വെള്ളം. ഞങ്ങൾ എറണാകുളത്തുള്ള ആളാണ് ഞാൻ, ചെല്ലാനം ഞങ്ങളുടെ ദേശത്തുള്ളതാണ്.
ചെല്ലാനത്തെങ്ങാനും പോയി നിങ്ങൾ സുവിശേഷ പ്രവർത്തനം നടത്തുമ്പോൾ പൈപ്പിൻ്റെ അടുത്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇടപാട് ചെയ്യും. കാരണം വെള്ളമില്ല അവിടെ. ലോറി വരുന്ന സമയത്ത് നിങ്ങൾ ഈ പരസ്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന നിങ്ങളെല്ലാം ഇടിച്ച് മറിച്ചുകൊണ്ടായിരിക്കും സഹോദരിമാർ കുടം കൊണ്ട് വയ്ക്കുന്നത്. വെള്ളമില്ല. എത്ര ലക്ഷം പേര് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത്? ഒരു കൂട്ടർ പറയുന്നു 35 ലക്ഷം, ഒരു കൂട്ടർ പറയുന്നു 30 ലക്ഷം, ഒരു കൂട്ടർ പറയുന്നു 25 ലക്ഷം. 35ഉം 30ഉം വിട്ടിട്ട് 25 പിടിച്ചോ. 25 ലക്ഷം പാട്ടും പാടി പുറപ്പെട്ട് അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു. തേജോവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അവരുടെ ശരീരത്തിൽ അനുഭവിച്ചറിഞ്ഞു. നമ്മളൊക്കെ എത്ര ചെരുപ്പ് ഇട്ടിട്ടുണ്ട് ഇത്രയും വയസ്സിനുള്ളിൽ എന്ന് പറഞ്ഞ്? എത്ര ചെരുപ്പ് ഇട്ടു? കുറച്ചാണ് പറഞ്ഞേ, കണക്കില്ല, എണ്ണാൻ പറ്റത്തില്ല, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. എത്ര ഷർട്ട് ഇട്ടു? കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. സ്വതന്ത്രം. അതുപോലെ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അവിടെ മരുഭൂമിയിൽ ഏത് തുണിക്കടയാണ് അവരുണ്ടായിരുന്നത്? ഇങ്ങനെ കൂടി ചിന്തിക്കുന്നത് നല്ലതാ. ഏത് ചെരുപ്പുകടയാണ് ഉണ്ടായിരുന്നത് മരുഭൂമിയിൽ? അതൊക്കെ അങ്ങ് വിടെ. മെഡിക്കൽ സെൻറ്റർ, ഹോസ്പിറ്റലുകൾ. ഞാൻ റിനൈ മെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ തൊട്ട് പുറകിലാണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങൾ ആ പ്രദേശത്ത് എവിടെയെങ്കിലും വരികയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചേക്കണം. തൊട്ടടുത്ത ടൗണിൽ തന്നെയാണ്. സ്വതന്ത്രം. എൻ്റെ വീട്ടിൽ പപ്പയൊക്കെ വാങ്ങിയിട്ടൊരു സ്ഥലത്ത് ഒരു ചെറിയ വീടൊക്കെ വെച്ച്, ചെറിയ വീടെന്ന് പറഞ്ഞാൽ 2 നില വീടൊക്കെ വെച്ച് അങ്ങനെ സന്തോഷമായിട്ട് കഴിയുക. സ്വതന്ത്രം. ആ ആസ്പത്രിയിൽ വന്നു പോകുന്ന രോഗികളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞാൽ ഇവിടെ സമയം പോരാണ്ട് വരും. അതുപോലെ രോഗങ്ങളായിട്ട് മനുഷ്യൻ വരികയാണ്. വിദേശത്തുനിന്ന് പോലും ആ ആസ്പത്രിയിൽ രോഗികൾ വന്ന് നിറയുകയാണ്. റിനി മെഡിസിറ്റി, ലിസി ഹോസ്പിറ്റല്, പിന്നെ വേറെ എന്തൊക്കെയാ വരാപ്പുഴയിൽ പോകുന്നിടത്തൊക്കെ ഇഷ്ടം പോലെ. ആസ്റ്റർ മെഡിസിറ്റി, മറ്റേ ചേർത്തലയ്ക്ക് പോകുന്ന വഴി വേറൊന്നുണ്ടല്ലോ, ഇത് പേരൊന്നും എനിക്കറിയത്തില്ല. ലക്ഷോറ്, സുചീന്ദ്ര. ഞാൻ ചോദിക്കട്ടെ, ഈ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത് പോകുന്ന വഴി എത്ര മെഡിക്കൽ സെന്റർ ഉണ്ടായിരുന്നു? ഹല്ലേലൂയ. എത്ര മെഡിസിനാണ് അവർ കഴിച്ചത്? എത്ര വസ്ത്രങ്ങളാണ് അവർ മാറിയത്? ഹല്ലേലൂയ. എത്ര ചെരുപ്പുകളാണ് അവർ ഇട്ടത്? എൻ്റെ ഓർമ്മ വരുന്നത്, ഞങ്ങളുടെ ഒരു കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ നല്ല ലക്ഷറിയിലായിരിക്കും. 560 ഷൂ ഉണ്ടായിരുന്നു വിളിക്കുന്നത്. 560 ഷൂ. ഞാൻ വെച്ച് ഇതിന് ചെലവൊരുക്കാനോ ഈ 560 എണ്ണം? ചെറിയൊരുക്കി അതിൻ്റെ പുറത്ത് കിടത്തി കത്തിക്കാനാണോ എന്ന് ഞാൻ ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിക്കും. എനിക്ക് ഇച്ചിരി ശൗര്യം കൂടുതലാണ്. കാരണം അവരുടെ പിതാക്കന്മാരൊക്കെ കഞ്ഞിക്ക് വകയില്ലാത്തവരായിരുന്നു. ഗേബ്രാം സാറ് വചനം പ്രസംഗിച്ച് നടത്തിയ സമയത്ത് പാസ്റ്ററിന് കിട്ടിയത് 2 രൂപയാണ്. ഈ 2 രൂപ കൊണ്ട് വരുന്ന വഴിക്ക് സഭയിലെ വിശ്വാസികൾ തൊട്ടടുത്തടുത്തൊക്കെ താമസിക്കുന്നു. കരിയില കൂട്ടിയിട്ട് കത്തിക്കാൻ പോലും ഒരു സാധനമില്ല. അപ്പോൾ അപ്പച്ചൻ കൊണ്ടുവന്ന് 50 പൈസ ഒരു വീട്ടിൽ, 50 പൈസ ഒരു വീട്ടിൽ, ബാക്കി 1 രൂപ കൊണ്ട് വീട്ടിൽ വന്നു. ഭാര്യ ചോദിച്ചു, അച്ഛാ ഇത്രയേ ഉള്ളോ? 2 രൂപ വിറ്റ് കഴിയും. അതിൽ പകുതി കൊടുത്തു, പകുതി കൊണ്ടുവന്ന് നമുക്ക് കഴിക്കാം. അവരും പട്ടിണി കിടക്കുകയല്ലേ. അങ്ങനെ ജീവിച്ച പിതാക്കന്മാരുടെ കാലമുള്ളൊരു കേരളമാണ് ഇന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ആ പിതാക്കന്മാർ ജീവിച്ച രീതികൾ, ഒരു ജുബ്ബ, ഒരു മുണ്ട്, ഒരു അണ്ടർവെയർ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പ്രവർത്തനം കഴിച്ചിട്ട് ഇത് കഴുകിയിട്ട് ഉണക്കി. നമ്മളിപ്പോൾ അയൺ ബോക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ തേക്കുകയല്ലേ. അവിടെ തേപ്പും കുന്തമൊന്നുമില്ല. ഭാര്യയോട് പറയാതെ ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മടക്കി തലണിയിൽ വെച്ച് അടിയിൽ വെച്ചിട്ട് കിടന്ന് ഉറങ്ങുക. രാവിലെ എഴുന്നപ്പോൾ ആ തേപ്പ് മതി. ആ തേപ്പോടുകൂടിയാണ് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ പിതാക്കന്മാരുടെ കാലമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നെന്ന് പെന്തക്കോസ്ത് സമൂഹമേ നമ്മൾ മറന്നു കളയരുത്. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വലിയ വേദനയുള്ള വാക്കുന്ന കാര്യങ്ങളാണ്. ഞാനൊരു ചെറിയ നാനാക്കാറ വിളിച്ചു. ഇതെന്താണില്ല, എന്നെ ഇനി പറയാനൊന്നുമില്ല ഒരു പാസ്റ്റർ. എന്നാലും പാസ്റ്റർ ഈ നാനാക്കാർ മേടിച്ചല്ലോ. ഞാൻ പറയുന്നത് എന്തോ പറ്റിച്ചാ പറ. അല്ല എന്നാലും അങ്ങനെയല്ലേ, എനിക്ക് യാത്ര ചെയ്താൽ പോരെ. നിങ്ങൾ കേൾക്കണം, ആ കാറ് ഒരു പരുവത്തിലായി, ഇച്ചിരി പഴയതാ. എനിക്കൊരു വാശി വന്നേക്കുന്നത്, ഇത് കൊടുത്തിട്ട് ഇനി ഞാൻ എന്നെ മേടിക്കുന്നത്. എന്നിട്ട് ആ പുള്ളിയുടെ മുമ്പിൽ കൂടെ കൊണ്ടു നടക്കാൻ പോവാ. ഞാൻ ഈ പിതാക്കന്മാരുടെ ജീവിത രീതികൾ നന്നായിട്ട് പഠിച്ചവനാണ്. നമുക്കൊന്ന് പോയാൽ പോരെ. ബഹുമാനപ്പെട്ട രായം പാസ് കൊണ്ടു നടക്കുന്ന കാർ എന്താ പാസ്? എന്ത് കാറാത്? സാൻട്രോ. ഒരു 90 രൂപ 1 ലക്ഷം രൂപ കൊടുത്താൽ സൂപ്പർ സാൻട്രോ കിട്ടും.
ആ സമയത്താണ് ഇവിടെ 15-20 ലക്ഷം 30 ലക്ഷത്തിന് കാറ് മേടിച്ച് സെൻട്രൽ പാസ്റ്റർമാർ വിലസുന്ന. ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ചൊന്ന് പഠിക്കണം. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട പിതാക്കന്മാർക്ക് ദൈവം കൊടുത്തതല്ലാതെ അവർക്ക് വേറെ ഒന്നുമില്ലായിരുന്നു. നമുക്കോ ദൈവമൊന്നും തരണ്ട, മക്കളൊക്കെ അയച്ചു തരുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് കേട്ടോ ദൂരം. ദൈവമൊന്നും തരണ്ട, മക്കളൊക്കെ ഇഷ്ടം പോലെ അയച്ചു തരുന്നുണ്ട്. ഇതൊക്കെ മേടിച്ച് തിന്ന് സ്വോത്രാഴ്ചയും കൊടുത്ത് സന്തോഷമായിട്ടിരിക്കുന്നു, അതോ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിക്കുന്നു പറയാൻ. ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നിടത്തൊക്കെ വേദികളൊന്നും അധികമൊന്നും കിട്ടാറില്ല. 1-2 വേദിയോടുകൂടി എന്നെ അങ്ങ് ഒതുക്കും. ഒരു കുഴപ്പമില്ല. കാരണം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഞാൻ വേദപുസ്തകത്തിലൂടി പഠിച്ചു നോക്കിയപ്പോൾ യിരെമ്യാവിനെ പിടിച്ച് എവിടെ കൊണ്ടിട്ടാ ചെയ്യാം? AC റൂമിലാണ് ഇട്ടത്. ഒട്ടക്കിടച്ച്. അതാണ് കറക്റ്റ് മറുപടി. ആരാണ്ട് നേതോന്നി വലിച്ചു കയറ്റി. എന്തിനാ പൊട്ടക്കിണറ്റിലിട്ടെ? ദൈവത്തിൻ്റെ ദൂത് പറഞ്ഞുകൊണ്ട്. സ്തെഫാനോസിനെ എന്തിനാ കല്ലെറിഞ്ഞത്? പറ. ദൈവനിയോഗങ്ങളായി ന്യായപ്രമാണം ദൈവത്തിൽ നിങ്ങൾ പ്രാപിച്ചുവെങ്കിലും അത് നിങ്ങൾ അനുസരിച്ചില്ലെന്ന് സ്തെഫാനോസ് യഹൂദ പരീക്ഷകളോട് പറഞ്ഞപ്പോൾ അവരെ കല്ലെറിഞ്ഞു കൊന്നു. ഹല്ലേലൂയ. നാളെ എന്നെയും നിങ്ങളെയും കല്ലെറിയും അതുപോലെ പറഞ്ഞാൽ. ഇല്ലെങ്കിൽ പൂച്ചണ്ട് കിട്ടും. ദൂതുണ്ട്, ഏറ്റെടുത്തോണം കേട്ടോ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, സുവിശേഷം വരെ ചെയ്യാനായിട്ടും വചനം പ്രസംഗിക്കാനായിട്ടും എനിക്കൊന്നും അറിയത്തില്ല. ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇടപെട്ടതാ. ജോലിയെ കളഞ്ഞിട്ട് പോരാൻ. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നല്ലൊരു സാമ്പത്തിക നിലവാരം എനിക്ക് കിട്ടിയെന്നെ, ഞാൻ നരകത്തിലും പോയത്. അത് പറയുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല. കാരണം അച്ഛൻ പറഞ്ഞല്ലോ, ഒരുത്തനെ കൊണ്ടുപോകും കെട്ടിപ്പറക്കി കുറേ നിത്യജീവനോ കൊണ്ടേ കളഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ദരിദ്രം കൊടുക്കാൻ പറഞ്ഞു. മുത്തൂറ്റിലും അവിടെ എവിടെയും കൊണ്ട് ഇടരുത്. ദരിദ്രം കൊടുക്കുക. അവർ കൊച്ചുങ്ങളെ കെട്ടിക്കും, വീട് പണിയും, അവരെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. തിരിച്ചു ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഇല്ലെന്ന് പറയും. ദരിദ്രം കൊടുത്തിട്ട് വരാൻ പറഞ്ഞു. അതിലൊക്കെ ദൂതുകളുണ്ട്. അതൊന്നും നമ്മൾ എടുത്ത് പറയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി മോശം. എനിക്ക് എന്നെ സംബന്ധിച്ചോളം പിന്നെ അതൊന്നും പിമ്പും നോക്കലൊന്നുമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു? ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ച് ഇതിലൂടെ ലിങ്ക് ചെയ്തൊരു കാര്യം പഠിക്കാൻ പോകാം. പെട്ടെന്ന് വായിച്ചാൽ കറക്റ്റ് സമയം 2 മണിയാകുമ്പോൾ ഞാൻ നിർത്തിയേക്കാം. നിങ്ങളാരെയും ബുദ്ധിമുട്ടിക്കത്തില്ല. കാരണം എല്ലാവരും പ്രായമുള്ളവരൊക്കെയാണ്, വളരെ ബഹുമാനിക്കുന്നവരാ. തക്ക സമയത്ത് ഭക്ഷണമോ കഴിക്കണം. 2 കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പേടിക്കേണ്ട. 2 മണിക്ക് വായിച്ചാൽ ന്യായാധിപന്മാർ ഞാൻ പറഞ്ഞത്ര 6-ന്റെ ഒന്നോട്ട് വായിച്ചോ. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായതൊക്കെ ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ആരാ ഏൽപ്പിച്ചത്? യഹോവ. അത് പറയാൻ ഇത്ര മടിയുണ്ടോ? സങ്കടമുണ്ട്. ദൈവം തന്നെ രക്ഷിച്ച് കൊണ്ടുവന്നിട്ട് ദൈവം തന്നെ സ്തോത്രം ഒരു വലിയ നേതാവിനെയൊക്കെ കൊടുത്ത് ആ നേതാവിൻ്റെ കീഴിൽ ഉണർത്തപ്പെട്ട് ശക്തിയോടെ മുമ്പോട്ട് വന്ന ഇസ്രായേൽ മക്കളെ കുരുത്തക്കേട് കാണിച്ചപ്പോൾ ദൈവം തന്നെ ശത്രുവിൻ്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ആ ഭാഗം 1, 2, 3, 4, 5 വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം പർവ്വതങ്ങളിലെ ഗഹനങ്ങളും ഗുഹകളും ദുർഗങ്ങളും ശരണമാക്കി. വീട്ടിൽ കിടക്കാൻ നിവൃത്തിയില്ല, പലയിടത്തൊക്കെ പോയി കിടക്കുക. ഇസ്രായേൽ വിളിച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്യരും കിഴക്ക് ദേശം അവരുടെ നേരെ വരും. നോക്കിയേ അടുത്ത്. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി അടുത്ത് ഇസ്രായേലിലെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും നിശേഷിപ്പിക്കുകയില്ല. അടുത്ത് അവർ തങ്ങളുടെ കന്നുകാലികളും കൂടാരങ്ങളുമായി പുറപ്പെട്ട് വെട്ടുക്കിളി പോലെ കൂട്ടമായി വരും. അവരും അവരുടെ ഒട്ടകങ്ങളും അസംഖ്യമായിരുന്നു. അവർ ദേശത്ത് കടന്ന് നാശം ചെയ്യും. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കളെ യഹോവയോട് നിലവിളിച്ചു. മിദ്യാന്യരാൽ ഇസ്രായേൽ മക്കൾ ഏറ്റവും ക്ഷയിച്ചു. എന്ത് ക്ഷയമാ സംഭവിച്ചത്? ഭൗതികമായ ക്ഷയം. അവർ വിതച്ചാൽ കൊയ്യാൻ പറ്റത്തില്ല. അവർ വീട് വെച്ച വീട്ടിൽ പാർക്കാൻ സമ്മതിക്കത്തില്ല. ശത്രു എന്ന് ആക്രമിക്കുക. ഇവിടെ നമുക്കുണ്ടായ ക്ഷയം എന്താണ്? ആത്മീകമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആത്മീകമായി നമ്മൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ഇന്ന് പൽക്കാലം ശോധന ചെയ്യും. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ ആ സേവയോട്
നല്ല മനോഹരമായ സന്ദേശമാണ്. അതിനോട് ചേർത്ത് വെച്ച് വേറൊരു സന്തോഷം കൂടി ഏറ്റെടുത്ത് വേണം ഇന്നിവിടുന്ന് പോകാൻ. ഹല്ലേലൂയ. ദൈവമക്കൾ ക്ഷയിക്കാനുള്ള കാരണം, ആത്മീകമായി ക്ഷയിക്കാനുള്ള കാരണം എന്താ? 100 മാർക്ക് ആൻറ്റിക്ക് അനിഷ്ടമായത് ചെയ്തു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, അനിഷ്ടമായത് ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ടോയെന്ന് ഒരാത്മപരിശോധന നടത്താൻ ഇന്ന് കേൾക്കാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊന്നാണെങ്കിൽ എനിക്ക് അടി കിട്ടും, എനിക്കത് മനസ്സിലാവും. ചെറുതായിട്ടൊരു സ്ലിപ്പായി കഴിഞ്ഞാൽ കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വരുന്നതായിട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ. ആദ്യമൊക്കെ ഞാനൊന്ന് മുറുമുറുക്കും, കർത്താവ് എന്നാലും ഇത് വേണ്ട, ഇല്ല ശുദ്ധീകരണം പ്രാപിക്കാൻ അവിടെ കിടക്കും. ഹല്ലേലൂയ. കാരണം ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ പറ്റത്തില്ല നമുക്ക്. ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് അവർക്ക് കൊടുത്ത വാഗ്ദത്ത കനാനിൽ അവർ പ്രവേശിക്കാൻ കഴിയാതെ വഴിയിൽ വെച്ച് അവരുടെ ശവങ്ങൾ വീണുപോയി. അവർ മരുഭൂമിയിൽ പട്ടുപോയി. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇവിടെ എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ടു. എബ്രായ ലേഖനം 3 അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. ഇവിടെ മരുഭൂമിയിൽ തള്ളിയിട്ടു. യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തപ്പോൾ യഹോവ മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആക്ഷരിക ശത്രു നമുക്കെതിരെ നിൽക്കുന്നത് ആത്മീക ശത്രുവാണ്. നിന്നെ രോഗിയാക്കുന്ന, കർത്താവദാസൻ പറഞ്ഞു, നിന്നെ രോഗിയാക്കുന്ന രോഗങ്ങൾ പലതും വെള്ളം കുടിക്കുന്ന അതുകൊണ്ട് നല്ല പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. അതിന് ക്രമീകരണം പറഞ്ഞ് നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കണം. ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറയണം. ദൈവസഭയ്ക്ക് ദോഷം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ദൈവസഭയിൽ കണ്ണീരോടെ ഏറ്റുപറയണം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ പല തെറ്റുകുറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാറുണ്ട് ദൈവമക്കളെ. എൻ്റെ തോട്ടത്തിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ പ്രവൃത്തിയിലോ ഒക്കെ വരാറുണ്ട്. പക്ഷേ ദൈവസഭയ്ക്കും ദൈവജനത്തിനും ഞാൻ ഒരു ദോഷവും ചെയ്യില്ല. കാരണം എനിക്കറിയാം, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരത്തിനെ ജയിക്കയില്ല. ഇത് പലരും സഭകൾക്ക് ഇടർച്ചയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, സഭകൾക്ക് പലരും ഇടർച്ചയായിട്ട് നിൽക്കുന്നു. ജനത്തിൻ്റെ ആത്മീയ ഉദ്ധാരണത്തിന് പലരും തടസ്സമായി നിൽക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ഉപദേശത്തിന് അനേകര് തടഞ്ഞു കളയുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അനുഗ്രഹത്തിന്റെ സന്ദേശങ്ങൾ നമുക്ക് നല്ലതാണ്, ഞാനത് ഏറ്റെടുക്കുക. ദേവദാസൻ പറഞ്ഞു ഒരു ടച്ചിങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്നറിയാമോ, ഇച്ചിരി ബലഹീനത അതിൻ്റെ ശരീരത്തിലിരിക്കുക, ഒരു ടച്ചിങ് എനിക്ക് കിട്ടണേ. എന്താ കുഴപ്പം? എനിക്കൊരു സൗഖ്യം വേണം, എനിക്കൊരു ഹീലിംഗ് വേണം. ഒന്ന് എന്നെ ടച്ച് ചെയ്യണം കർത്താവേ, എൻ്റെ ആത്മാവിൽ ഒന്ന് ടച്ച് ചെയ്യണം കർത്താവേ, എൻ്റെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കാൻ എനിക്കൊന്ന് ടച്ച് ചെയ്യണം കർത്താവേ. എഫേസ്യ ലേഖനത്തിൽ പൗലൂസിൻ്റെ ഒരു തീ പ്രാർത്ഥനയുണ്ട്, ഫയർ പ്രയർ. ഞാൻ അതിനെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് അവൻ്റെ വെളിയാലുള്ള ആശ്രയിന്നതെന്നും അവൻ്റെ അവകാശത്തിന് മഹിമാതനം ഇന്നതെന്നും അറിയേണ്ടതിന് ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഈ ആക്ഷരിക കണ്ണുകൾക്ക് എന്തെങ്കിലും കേടുവന്നാൽ ഒരു ഐ ഡോക്ടറെ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുക, ഇപ്പോൾ വെച്ചിരിക്കുന്ന ഗ്ലാസ് പവർ കുറവാണ്, ഒരു പോയിൻ്റ് കൂടി കൂട്ടി അടുത്തൊരു ഗ്ലാസ് വെക്കാം. അത് കെട്ടി കഴിയുമ്പോൾ സംഗതി ഓക്കെ. ഹൃദയദൃഷ്ടിക്ക് കാഴ്ചയില്ലെങ്കിൽ എന്തോ ചെയ്യും? ആരോടെ പറയണം? ചിന്തിക്കാറുണ്ടോ ആരെങ്കിലും? ഹൃദയദൃഷ്ടി പ്രകാശിക്കാതെ വന്നാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അത് ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് ഇന്ന് പൽക്കാലം ദൂത് പറയുന്നത്. നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ദൈവമക്കളെ, മനസ്സാ വാചാ കർമ്മണ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ, ബലഹീനതകൾ ദൈവത്തിൽ നിന്ന് ഏറ്റുപറഞ്ഞ് ഹൃദയദൃഷ്ടി പ്രകാശിച്ച് അവൻ്റെ വിളിയാനുള്ള ആശ. ദൈവം നമ്മെ വിളിച്ചതിന് ദൈവത്തിനൊരു ആശയുണ്ട്. നമുക്കൊക്കെ സ്ഥലമുണ്ടല്ലോ, 10-15, ഞങ്ങൾക്കൊക്കെ 2.5 സെന്റ് സ്ഥലമുള്ളൂ. എനിക്ക് 10-25 സ്ഥലം വാടക വയ്ക്കും, റബ്ബർ നടും, പിന്നെ അങ്ങനെ പലതും ഒക്കെ നമ്മൾ ചെയ്യും. എന്തിനാ ചെയ്യുന്നത്? ഒരു തമാശനങ്ങ് വെച്ചതേ ഉള്ളൂ. അങ്ങനെയാണോ വെക്കുന്നത്? അതെ എടുക്കാനാ. അപ്പൊ കർത്താവ് നിന്നെയും വിളിച്ചതിന് കർത്താവിനൊരു ആശയുണ്ട്. ആശ നടക്കുന്നുണ്ടോ? അത് നമ്മുടെ അന്വേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണോ? മടങ്ങി വരാൻ മനസ്സുണ്ടോ ഇന്ന് പൽക്കാലം? കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ പറഞ്ഞ ദൂതിനോട് ചേർത്ത് വെച്ച് ഒരു ശുദ്ധീകരണത്തിൻ്റെ ദൂതുകൂടി ദൈവസഭയ്ക്ക് കൈമാറുകയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ഞാനല്ല. ഏറ്റെടുക്കാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി നമ്മളിൽ ഉണ്ടാകട്ടെ. ഒരു വലിയ ശുദ്ധീകരണം നമുക്കുണ്ടാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളും കറകളും കളങ്കങ്ങളും, പത്രോസിൻ്റെ ഭാഷയാ കറ, കളങ്കം. നമ്മളെ കാണുമ്പോൾ എങ്ങനെ കാണണം? അവൻ നിങ്ങളെ കറയില്ലാത്തവരായി കളങ്കമില്ലാത്തവരായി കാണണം. എന്തിനാ? മുകളിലോട്ട് പോകുമ്പോൾ കറയും കളങ്കവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? മരിച്ചിട്ട് താത്ത മരിച്ചിട്ട് ഇവിടെ ഒരു ഇസ്രായേലിനെ അടിച്ചു കൊന്നു. കർത്താവ് പറഞ്ഞത് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ അടിച്ചു. ഈ രണ്ട് കാരണം വെച്ച് മോശ ചത്ത് കിടക്കുക. മറ്റൊരു ചിന്തിക്കുക, ഇതെൻ്റെ ചരക്കാണ്, ഇതെൻ്റെ സാധനമാണ്, എൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ടിരുന്നവരായത്. കാര്യം നിൻ്റെ സാധനമൊക്കെയാണ്. ദൂതുകൾ ഏറ്റെടുത്തോളാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് വലിയ ശുദ്ധീകരണത്തോടെ മാത്രമേ നമുക്ക് നിത്യത പ്രാപിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. ആക്ഷരിക യാത്ര ചെയ്ത ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് കനാനിലേക്ക് പോകുമ്പോൾ ആ വഴിയിൽ വെച്ച് അവർ പട്ടുപോയി, അവർ നശിച്ചുപോയി. അവരിൽ മിക്ക പേരിലും ദൈവം, അപ്പൊ എത്ര പേരിൽ പ്രസാദിച്ചു അമ്മമ്മേ? 2 പേര്. 2 പേര് മണിമണി പോലെ വർത്താനം പറയുന്നു. ബാക്കി ലക്ഷക്കണക്കിന് എന്താ പറ്റി? പട്ടുപോയി. എന്തുകൊണ്ട് പട്ടുപോയി? അതാ നമ്മുടെ പ്രസംഗ വിഷയം. ആദ്യം അവർക്ക് ഉണ്ടായത് ദുർമോഹം, അത് കഴിഞ്ഞ് വിഗ്രഹാരാധന, അത് കഴിഞ്ഞ് പരസംഗം, അത് കഴിഞ്ഞ് ദൈവത്തെ പരീക്ഷിക്കുകയായിരുന്നു, അത് കഴിഞ്ഞ് ഒരു പിറുപിറുപ്പുകാരാണ്, 5 അക്ക പാപം. ഞാനൊരു പാസ്റ്ററോട് പറഞ്ഞപ്പോൾ പുള്ളി പറയാണ് 5 അല്ല പാസ്റ്ററെ 50 ഉണ്ടെന്ന്. പക്ഷെ പൗലൂസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന 5 ഉണ്ട്. അതിൽ ഒന്നുകൂടി ചേർന്ന് പറയും ദുശാഠ്യം, ശാഠ്യം. ദൂത് പറഞ്ഞ് ഏറ്റെടുക്കത്തില്ല. ഞാനൊരു ദൈവദാസന, എനിക്ക് ദൂതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞത് നിങ്ങളെ ഏറ്റെടുത്തോണം. നടക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 1-ാം ക്ലാസ് പയ്യനോട് ദൂത് പറഞ്ഞാൽ ഏറ്റെടുത്തോണം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ദൂത് ഏറ്റെടുക്കണം. ശുദ്ധീകരണം പ്രാപിക്കണം. ക്രിസ്തുവിൽ തികഞ്ഞു വരണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം. ശൈശവാവസ്ഥയെ കിടക്കരുത്. നീ മോനെ പാസ്റ്റർ എത്ര പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ല. എൻ്റെ വീട്ടിലുണ്ടാവണം 2 പൈസ കുറവ്, എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ അനുസരണകൾ കാണിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാണ് പക്ഷെ പറയാൻ ചാച്ചാൻ നല്ല മറുപടി പറയുന്നത്. ശൈശവാവസ്ഥയിൽ രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് എത്ര വർഷമായി? ശൈശവാവസ്ഥ വിട്ടോ? 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. പെട്ടെന്ന് വായിച്ചേ. 2 മണിയാകുമ്പോൾ ആമയും പറഞ്ഞിരിക്കും. പാസ്റ്ററെ കൊണ്ട് ആമയും പറയിക്കും നമ്മൾ. ഓക്കെ, പറഞ്ഞു വായിച്ചു, പെട്ടെന്ന് വായിച്ചോ. 13:11. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ആത്മീയ പക്വത ഉണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്നത് പലതും ത്യജിച്ചു കളഞ്ഞോ? എല്ലാവരും ചോറച്ചാനെ ആയിരിക്കും ഉന്നെ വിടുന്നത്. ഇയാളെ എവിടെ നിന്ന് കൊണ്ടുവന്നു, എവിടെ നിന്ന് കിട്ടി പുള്ളിയെ എന്നായിരിക്കും ചോദിക്കുന്നത്. എനിക്ക് ധൈര്യമായിട്ട് പറയാൻ കഴിയും, വചനത്തിൻ്റെ വ്യവസ്ഥ എവിടെയെങ്കിലും തെറ്റിച്ചു പറഞ്ഞെങ്കിൽ വിടരുത് തന്നെ. പിടിച്ച് റിമാൻഡ് ചെയ്ത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേക്കും. ഞാൻ എങ്ങനെയെങ്കിലും കൈകാലം പിടിച്ച് വിട്ടിപ്പോകാം. അല്ല, വചനം പറയുന്നെങ്കിൽ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ചോണം. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ശിശുവിനുള്ളത് ത്യജിച്ചു. ഇരിക്കുന്ന മോൻ്റെ പേരെന്താ? ആശേഷ്. ആഷർ. ഓക്കെ, ആഷർ നല്ല പേര്. ഈ ആഷർ സെക്കൻഡ് PDCക്ക് പഠിക്കുന്ന സമയമാണ്. ഈ വെക്കുന്ന കോനാമ്പിച്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയിരിക്കും. നല്ല ചൂട്ട അടിയോട് കോനും അല്ലേ? പക്ഷെ ഇപ്പം എന്താ ചെയ്യാത്തത്? ഇത് തന്നെ നമ്മുടെയും ജീവിതത്തിൽ ശൈശവസ്ഥ കിടക്കുക, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെയാണല്ലോ ഇങ്ങനെയുള്ള മീറ്റിംഗ് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള മീറ്റിങ്ങിൽ നമുക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. കീറ് കുറിച്ച് പറയുന്ന വചനങ്ങളിലൂടെ നമുക്ക് വളർച്ച കിട്ടത്തുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ദൂത് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഇഷ്ടപ്പെടാത്ത ദൂതുകൾ പറയുമ്പോൾ അവിടെയാണ് ശുദ്ധീകരണം നടക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുക. ഞാൻ ഏൽപ്പിച്ച സന്ദേശം ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല. ഞാൻ അഡ്വാൻസ് ആയിട്ട് കുറച്ചോട് പറഞ്ഞു, അച്ഛാ ഇത് പറയട്ടെ. അച്ഛൻ പറയണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പം ഈ ദൂത് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടിയാണ്. എനിക്ക് ആദ്യം
എന്തോ എനിക്ക് ഞാനല്ലേ ഇത് പറയുന്നേ. ഇത് പറഞ്ഞിട്ട് നാളെ പോയി അവിടെ പോയി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അടി എനിക്ക് പാഴ്സൽ കിട്ടും. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ദൈവത്തിൽ സന്തോഷമുള്ളത്. അതുകൊണ്ടാണ് ദൈവത്തിൽ ഞാൻ സമാധാനത്തോടെ ആയിരിക്കുന്നത്. ഒന്ന് കിടന്നാൽ മതി ഉറങ്ങാൻ, സുഖമായിട്ട് കിടന്നുറങ്ങാം. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ലോകത്തിൽ ഒരു മനുഷ്യനുമില്ലാത്ത പ്രത്യാശയാണ് എനിക്ക് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ എന്ത് വേണം ദൈവമക്കളെ? അതുകൊണ്ട് പരാജയങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും ഇന്ന് പകൽക്കാലം കണ്ട് ശുദ്ധീകരണം പ്രാപിക്കാൻ കഴിയുമോ? ഇസ്രായേൽ മക്കളെ കുറിച്ച് പൗലോസ് പറയാണ്, അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു. ആ എബ്രായ ലേഖനത്തിലെ വാക്യം കൂടി എടുത്തൊന്ന് വായിച്ചേ. വചനപരിചാരമുള്ളവരൊന്നും വായിച്ചേ. ഞാൻ വാക്യം പറയാതെ ഒന്ന് വായിച്ചേ, എനിക്ക് വാക്യമൊക്കെ അറിയാം. സ്തോത്രം, ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയം 2 മണിയാകും, അതുകൊണ്ട് ഞാൻ പെട്ടെന്നങ്ങ് വായിക്കാം. അതിൻ്റെ 16 തൊട്ട് വായിക്കും, 3:16 തൊട്ട്. ഇത് പറയുന്നതിൽ ആരാടാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ, ഇസ്രായേലിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടവർ എല്ലാവരും അല്ലയോ? 40 ആണ്ട് ആരോട് ക്രുദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ലെന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. മരുഭൂമിയിൽ ശവങ്ങൾ വീണുപോയി. സംഗീത നിശ നടത്തിപ്പോയ, ഞാനൊരു വലിയ പാട്ടുകാരനാണ് കേട്ടോ. നിങ്ങളാരും വിചാരിക്കരുത്, സംഗീതമൊക്കെ നല്ല ആഴത്തിൽ പഠിച്ച ഒരാളാണ് ഞാൻ. പമ്മിയിരിക്കുന്നതേ ഉള്ളൂ. ഒരു നോട്ട് തിരിച്ചാൽ അപ്പം പിടിക്കും ഞാൻ. എനിക്കറിയാം, മൈനോ. ഞാൻ ഗിറ്റാറും ഓർഗണും വായിക്കുന്ന ആളാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെയൊക്കെ എന്തെങ്കിലും തെറ്റു വന്നാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ സ്ഥലത്ത് തെറ്റു വന്നാൽ എന്ത് പറ്റും? തള്ളിക്കളയും, തള്ളിക്കളയും. മരുഭൂമിയിൽ തള്ളിയിടുമെന്ന് പറ, അതല്ലേ? തള്ളിയിട്ടു. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. പെരുമ്പാവൂർ ജോർജാന്റെ ഭവനത്തിൽ നടക്കുന്ന പ്രാർത്ഥനയിൽ കടന്നു വരുന്ന ആർക്കും ഈ ഗതികെട്ട അനുഭവം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് കണ്ഠക്ഷോഭം ചെയ്ത് ദൂത് വിളിച്ചു പറയുന്നത്. നമുക്ക് പാട്ടുപാടിയും ആരാധിച്ചും വചനം കേട്ടും നിത്യതയെ പോണം. അതാണ് ഏറ്റവും പ്രധാനം. ഇനി അങ്ങോട്ട് വായിക്കാം. ഇനി സമയമൊന്നുമില്ല, 10-20 മിനിറ്റേ ഉള്ളൂ. സ്വന്തം എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കും. അവിടെ ഒന്ന് പറയണം. അല്ല, അതിന് മുമ്പ് ആ വാക്യം, മുമ്പത്തെ വാക്യം ഒന്നുകൂടി വായിച്ചേ. പെരുമ്പാവൂരിലുള്ള ദൈവസഭ അറിയാതിരിക്കരുത്. പ്രസംഗിക്കുന്ന സാമ്പാസ്ത്രിത അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ആഗ്രഹിക്കുന്നു. പൗലോസാരാ? ഇപ്പൊ ചെല്ലു ചോദിക്കാം, പൗലോസാരാന്നാ ചെല്ലു ചോദിക്കണം. ആ പുസ്തകം വായിച്ച് പഠിക്കുക. ഗലാത്യ ലേഖനം 1:1 വായിച്ച്. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ടവൻ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഒന്ന് വായിച്ചേ, പെട്ടെന്ന് വായിക്കും. ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഗലാത്യർ 1:1. മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യനാലുമല്ല, യേശുക്രിസ്തുവിനാലും അവനെ മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവായ ദൈവത്താലും അത്രയോ അപ്പോസ്തലനായി നിയമിച്ചു. എന്നെ പിതാവാം ദൈവവും പുത്രനും ഒക്കെ നിയമിച്ചു എന്നുള്ള ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലും എൻ്റെ തലയിൽ വീഴുന്നത് ഒരു ആക്ഷരിക, ഒരു ഉപദേശിയുടെ കയ്യാണ്. മനസ്സിലായി? എന്നെ ദൈവം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ C.C. ജോർജ് ചവണിക്കാമണ്ണിൽ 94 വയസ്സിലാണ് മരിക്കുന്നത്. രോഗശാന്തിക്ക് വേണ്ടി ശക്തിയോടെ നിന്നു. 15 വർഷം ഏലിയാവിൻ്റെ പിറകെ ഏലിശ പോയതുപോലെ ഞാൻ പോയി. ഉപദേശങ്ങൾ കേട്ടു പഠിച്ചു. കരുത്തനായ ഒരു ശുശ്രൂഷകനായിരുന്നു IPC-യിലെ. പുള്ളി പോകാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, സഹശുശ്രൂഷന്മാർ പറഞ്ഞു, ഇതൊക്കെ നമ്മളൊക്കെ ഒന്ന് കേട്ടിരിക്കുന്നത് നല്ലതാണ്, പക്ഷേ പോകല്ലേ, ഇവിടെ നിൽക്കാൻ നിയോഗമില്ല, അങ്ങനെ പറയല്ലേ, പോകല്ലേ, നമുക്ക് ഒരുമിച്ച് നിന്ന് വചനം ഞങ്ങളെ പഠിപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് മുമ്പോട്ട് പോകല്ലേ. അപ്പോൾ പുള്ളി ഒരു മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നോട് പിണങ്ങരുത്, എന്നെ ആട് മേയ്ക്കാനാണ് വിളിച്ചത്, പന്നികളെ മേയ്ക്കാനല്ല. എന്തോ? ആട് മേയ്ക്കാനാണ് കർത്താവ് എന്നെ വിളിച്ചത്, പന്നികളെ മേയ്ക്കാനല്ല. ആടുണ്ടാകുമ്പോൾ ഞാൻ വരാം. സ്വോത്രം അല്ലേലിയ പറഞ്ഞ് ഇറങ്ങിപ്പോയി. ആ പോക്കോടുകൂടി പോയി ഒരു സ്വതന്ത്ര കർത്താവിൻ്റെ ദാസനായി. ഈ ഗൾഫിൽ നിന്ന് വന്ന് ഞാൻ ചെന്ന് കയറി കൊടുത്ത് പുള്ളി കണ്ടുപിടിക്കും. എൻ്റെ പൊന്നെ,
ഞാനങ്ങോട്ട് ചെന്നപ്പോൾ പുള്ളിയുടെ വചനം കേട്ട് ഞാൻ അല്പസ്വരം പ്രവചനങ്ങളോ അതും ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുക. പുള്ളി മിണ്ടിപ്പോരെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ദൈവവചനം പഠിച്ച് നിങ്ങളെ ദൈവവചനം പ്രസംഗിച്ച് നടത്തിയവർ ഒരു വചനം പ്രസംഗിച്ച് സഭയെ നടത്താൻ പറഞ്ഞു. എന്ത് വചനം? ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കി കൊള്ളുന്ന കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വചനം. ഒരു കർത്താവിൻ്റെ ശിഷ്യനാണെങ്കിൽ അത് പ്രസംഗിച്ച് ജനത്തെ നടത്തി ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തിക്കണം. അതാണ് നിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞു. ഞാനും ചിന്തിച്ചപ്പോൾ ശരിയല്ലേ? അപ്പം പക്ഷേ ഇതാരും പറയുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മര്യാദയ്ക്ക് പുള്ളി ഒരു ചൂടാനായിരുന്നു. മക്കളൊക്കെ പുള്ളിക്ക് ഒട്ടും ഇഷ്ടമില്ല, ചങ്ങാടിക്കുമായിരുന്നിട്ട്. കാരണം മക്കളൊക്കെ വലിയ വലിയ സംഘടനയുടെ ആൾക്കാരാണ്. ഈ ഉപദേശം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയോട് അവർക്ക് പിണക്കാം. പുള്ളിയെ അവർ കറക്ഷൻ ചെയ്യാനായിട്ട് ചെല്ലും. 94 വയസ്സനെ 37-40 വയസ്സുള്ള ഈ മക്കൾ കറക്ഷൻ ചെയ്യും. സ്ഥലം വിട്ടോ, എന്താ ഇവിടെ വന്നിന്നെ കണ്ടോ, എനിക്കെന്തെങ്കിലും തരാനുണ്ടെങ്കിൽ തന്നോ, സ്ഥലം വിടും. അല്ല ഞങ്ങളൊന്ന് പറഞ്ഞിട്ടോ, ഒന്നും പറയണ്ട, നീ എന്നോട് പറയാനായിട്ട് ഞാൻ ആയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമായിരുന്നു. പിന്നീട് ആദ്യമൊക്കെ ഞങ്ങൾക്കും വലിയ ഇറിറ്റേഷനായിട്ട് തോന്നി. പിന്നെ മനസ്സിലായി ഇദ്ദേഹം പറയുന്ന ഉപദേശങ്ങളും ദൈവവചനവും ഈ പുസ്തകത്തിന് നിരക്കുന്നതാണെന്ന് മനസ്സിലായി. 10-15 വർഷം കൂടെ നടന്ന് ഞാൻ ദൈവവചനം പഠിച്ചതുകൊണ്ട് ഞാനിത് പറയുന്നത്. ദൈവം എന്നെ അതിലേക്ക് ആക്കി വെച്ചു. അങ്ങനെ ഒരു ഗോൾഡൻ അവസരം, ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു പൊട്ടനായിരുന്നു ഞാൻ, എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, പോയി പറഞ്ഞോളാൻ പറഞ്ഞു. സ്വത്രാഴ്ച ഒന്നും നോക്കരുത്, പോയി പറഞ്ഞേക്കണം. എന്തെങ്കിലും തരുന്നെങ്കിൽ വാങ്ങി ഭക്ഷിക്കാനായിട്ടോ ചിലവരെടുത്തോ. തരാൻ കയ്യിലില്ലാത്തവനാണെങ്കിൽ കയ്യിൽ ഉള്ളത് കൊടുത്തിട്ട് പോകണം. ഇതൊന്നും ആരും പറഞ്ഞിട്ടില്ല ചാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എങ്കിലും മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പാട്ടും പാടി യാത്ര ചെയ്ത് സന്തോഷത്തോടെ കനാനിലേക്ക് പ്രവേശിക്കാൻ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടു. ഈ പുറപ്പാടിൻ്റെ ഉള്ളിൽ 10 അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടു. അതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. ഈ അത്ഭുതങ്ങൾ കണ്ടവരൊക്കെ എവിടെ പോയി? അവർ മരുഭൂമിയിൽ പട്ടുപോയില്ലയോ? അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയില്ലയോ? അതുകൊണ്ട് ദൈവസഭയെ, പുതിയ നിയമസഭയെ ഞാൻ ആത്മാവിൽ എരിവോടെ വിളിച്ചു പറയുന്നു, നമ്മുടെ ലക്ഷ്യം സ്വർഗരാജ്യം. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാഹളം ധ്വനിക്കുമ്പോൾ എന്ത് സംഭവിക്കണം? ഒന്നുകിൽ ഒരു ഉയർപ്പ്, അല്ലെങ്കിൽ ഒരു രൂപാന്തരം. ശരിയല്ലേ ചാ? ഇത് രണ്ടിലൊന്നും കിട്ടിയില്ലെങ്കിൽ പൗലോസിന്റെ ഭാഷ ഒന്ന് പറഞ്ഞു, ഞാൻ ഓടിയതും അധ്വാനിച്ചതും എൻ്റെ പ്രസംഗങ്ങളും എൻ്റെ രീതികളും എൻ്റെ ജീവിതമൊക്കെ വെറുതെയാണ്. കാരണം എന്താ? ഉയർത്തെഴുന്നേറ്റില്ല. കാരണം എന്താ? രൂപാന്തരം പ്രാപിച്ചില്ല. ഈ 2 നമുക്ക് വേണം. എൻ്റെ ഈ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളോട് കൃത്യമായി പറയുന്നു, കർത്താവ് വരുമ്പോൾ നമ്മളെല്ലാവരും ഉയർത്തെഴുന്നേൽക്കുന്നുള്ള കൂട്ടത്തിലോ രൂപാന്തരം പ്രാപിക്കുന്നുള്ള കൂട്ടത്തിലോ ഉണ്ടാകണം. ഇല്ലെങ്കിൽ എന്തൊരു ക്രിസ്ത്യ ജീവിതം നയിക്കുന്നു? ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒത്തിരി നമ്മൾ കണ്ടവരല്ലേ? ഹല്ലേലൂയ. ഭക്ഷണമില്ലാതെ വിശന്നിരുന്ന എത്രയോ അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ചിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു, അത് തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ മക്കളൊക്കെ വിദേശത്ത് പോകുന്നത് നല്ലതാണ്, അവർക്ക് പണം അയച്ചു വരുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ജോർജാൻ പറഞ്ഞ ദൂതുമായിട്ട് ഒന്ന് കഴിപ്പിച്ച് ചിന്തിച്ചോണം. ഇതെല്ലാം കൂടി വാരിക്കെട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് കർത്താവാ പറഞ്ഞ, ഞാനല്ല. ഞാൻ അതോർത്ത് എൻ്റെ ഉള്ളിൽ കിടുങ്ങിപ്പോകാറുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ആവശ്യത്തിന് ഭൗതിക നന്മ കിട്ടുമ്പോൾ, ആവശ്യത്തിന് നമ്മുടെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, സുഖ സൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ, നമ്മുടെ പിതാക്കന്മാർ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരാണ്. ഇനി വേണ്ട, സ്റ്റിൽ ഈ സമയത്തൊന്ന് ചിന്തിക്ക്. ഗാസയിലേക്ക് നിങ്ങളുടെ ചിന്ത പോട്ടെ, ലബനോനിലേക്ക് നിങ്ങളുടെ ചിന്ത പോട്ടെ. എത്ര ആയിരങ്ങൾ ഒരു നേരം ഭക്ഷിക്കാനില്ലാതെ കിടക്കുന്നു, എത്ര പേർ മുറിവേറ്റ് കിടക്കുന്നു, ലക്ഷക്കണക്കിന് ജനം. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ യഹൂദനെ പീഡിപ്പിച്ചൊരു ചരിത്രമുണ്ടല്ലോ ജർമ്മനിയിൽ. ജർമ്മനി മാത്രമല്ല, എല്ലായിടത്തും. ഒരു നേരത്തെ ആഹാരം കൊടുക്കത്തില്ലായിരുന്നു അവര്. എന്താ ആഹാരം? ഒരു ഇച്ചിരി സൂപ്പ്, ഒരു കഷ്ണം റൊട്ടിയും. മീറ്റിംഗ് കഴിയുമ്പോൾ നല്ല സുഭിക്ഷമായി ഭക്ഷിക്കാനായിട്ട് ഫുഡ് ഇവിടെ വന്നു കഴിഞ്ഞു.
അച്ഛാ ഒരു ദിവസം ഒന്നും കൊടുക്കരുത്, പട്ടിണി ഉപവാസ പ്രാർത്ഥന എന്ന് പറയാം. എത്ര പേര് വരും നോക്കട്ടെ. അടുത്ത മാസം ഡിസംബർ മാസം ഇവിടെ പ്രാർത്ഥന നടക്കുന്ന ഉപവാസമായിട്ടായിരിക്കും. വൈകുന്നേരം 4 മണിക്കായിരിക്കും മറ്റേ കാക്കാമാർ മുറിക്കുന്ന പോലെ നമ്മൾ മുറിച്ച് ചാപ്പാടി കൊടുക്കും. എത്ര പേര് ഇത് വചനം കേൾക്കുമെന്നറിയാം? എത്ര പേർ ദൈവസന്നിധിയിൽ ആത്മാവിൽ ആരാധിക്കുമെന്നറിയാം? എത്ര പേർ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമെന്നറിയാം? ഹല്ലേലൂയ. ഇത് നിങ്ങളോടുള്ള ദേഷ്യമൊന്നുമല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഒത്തിരി രൂപാന്തരം ഉണ്ടാകണം, ഒരു റാഡിക്കൽ ചേഞ്ച് നമുക്കുണ്ടാകണം. കാഹളം ധരിക്കാൻ സമയമായി. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ സ്നേഹിതൻ ഒരു പ്രസംഗം പറഞ്ഞു. ഞാനത് കേട്ടിട്ട് ഞാൻ തല പോകഞ്ഞു പോയി. പുള്ളി പറഞ്ഞത് ഇതാണ്: യഹൂദൻ മശിഹയ്ക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. ആസ് കേട്ടാണോ? ആ കാത്തിരിപ്പിൻ്റെ 4-1 നമുക്കുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. ആ പുള്ളി ചോദിച്ചു. യഹൂദൻ മശിഹ വന്ന് രാജ്യം സ്ഥാപിച്ച് മശിഹയോടൊപ്പം സന്തോഷിക്കാമെന്ന് യഹൂദൻ ആ പ്രത്യാശിക്കുമ്പോൾ നമ്മളിവിടെ തമ്മിൽ തല്ലി വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഒരു പ്രസ്ഥാനത്തിൻ്റെ കേസ് കോടതി കിടക്കുക. 37 കേസുണ്ട്. ഒരു 7 കേസ് കൂടി ചേർത്താൽ 37+7 അവിടെ കിടക്കുക. ഇത് തീരാതെ ആരാണെങ്കിലും സ്വർഗ്ഗത്തിൽ പോവോ? എൻ്റെ ദൈവമക്കളെ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കുന്നെങ്കിൽ നിരപ്പ് പ്രാപിച്ചോണം ഈ മീറ്റിംഗ്. ആർക്കെങ്കിലും ബാധ്യത വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ക്രമീകരണം പ്രാപിക്കണം. നമ്മള് വടക്കും വക്കാളം കൊണ്ട് മുകളിലോട്ട് പോക്ക് നടക്കില്ല. കോടി ചിക്കുന്ന പോലെ ചിക്കി പഠിച്ച് പറയുന്ന ദൂതാണിത്. സ്നേഹം ഒഴികെ ആർക്കും ഒന്നും നടന്നിട്ടില്ല. പരസ്യവും നടത്തുന്ന ഞങ്ങളുടെ സൗരന്മാർ എറണാകുളം പട്ടണത്തിലുണ്ട്. എല്ലായിടത്തും കാശ് മേടിച്ചിട്ട് കൊടുക്കാനില്ല. ഞാൻ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പറയാനും ഇത് പുതുതായിട്ട് വന്നവരുണ്ട്. പരസ്യവും നടത്തി പ്രാർത്ഥിച്ച് ദൂത് തീർക്കാവുന്നവരും പൊരുത്തം പറയുക, പാസ്റ്ററെ ആ കാശിങ്ങിട്ട് തന്നിട്ടോടെ ആശീർവാദം പറയാൻ. എങ്ങനെയുണ്ട്? എത്ര വേദനാജനകം. ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു അമാതൃകയായിട്ട് നടക്കുന്നത്. ഞാൻ എന്നെക്കൂടി ഇൻക്ലൂഡിങ് മീ. പക്ഷേ എൻ്റെ കോളറി പിടിക്കാൻ, ഞാൻ പണ്ട് പ്രസംഗിക്കാൻ, എൻ്റെ കോളറി പിടിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. ഒരുത്തനെ എക്കട കാശൊന്നും പറഞ്ഞു വയ്ക്കാൻ അനുവദിക്കത്തില്ല. ഞാനും വാങ്ങിയിട്ടുണ്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ. അല്ലേ ഒരു ശരി കാശ് വേണം. എന്നിട്ട് ഞാൻ കാശ് മേടിക്കുമ്പോൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള വഴി കണ്ടുവച്ചിട്ട് വാങ്ങണം. ഇത് പെട്ടെന്നൊരു ഇൻഷുറൻസ് അടയ്ക്കാൻ കാശില്ല കയ്യിൽ. അവർ പെനാൽറ്റി അടിക്കും. നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ ആരോടെങ്കിലും ഒന്ന് മറിച്ചെന്ന് ചെയ്യുക. അടുത്ത പ്രാവശ്യം അത് കൊടുത്തേക്കുക, ഡേറ്റ് പറഞ്ഞ് കൊടുത്തേക്കുക. ഇതങ്ങനെയല്ല. ഇത് കൊടുക്കാനായിട്ട് ലക്ഷങ്ങൾ കിടപ്പുണ്ട്. എന്നിട്ട് എന്നോട് പറയാണ് സാമ്പാസിൻ്റെ ദൂത് കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞു നിനക്കാ കൊള്ളില്ലാത്തത്. ആൾക്കാരുടെ കാശ് മേടിച്ച് കൊടുക്കാനിരിക്കുന്ന നിനക്ക് ഈ ദൂത് കൊള്ളത്തില്ല. ഈ മാനസാന്തരം ഇവിടെ അത് 1-2 അല്ല പാസ്റ്റർ, ലക്ഷക്കണക്കിന് രൂപ. പാസ്റ്റർ പറഞ്ഞ ദൂത് എനിക്ക് ഇഷ്ടമല്ല. എന്താ കാര്യം? എനിക്ക് നന്നാകാൻ താല്പര്യമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനൊരു സാധു മനുഷ്യനാണ്. പക്ഷെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ഒരു വലിയ കൂട്ടം ജനം മരുഭൂമിയിൽ പട്ടുപോയി. അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. ഇനി നമുക്ക് അങ്ങോട്ട് വായിക്കാം. 6 വാക്യങ്ങൾ വായിച്ചാൽ സമയം പോകും. നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമം ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകുന്നു. പണ്ടൊരു മാസ്റ്റർ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞു. ഒരു മാസ്റ്റർ കുടുംബത്തിൽ നടന്ന സംഭവം. തൊട്ട അയൽവക്കത്തെ വീട്ടിൽ അയാളൊരു എന്തോ ഒരു പുതിയ കാർ തന്നത്. അപ്പം അമ്മാമ്മ അവിടെ വെള്ളം തുടങ്ങി. എന്തോ പറ്റി? അച്ഛൻ കണ്ടില്ല. അച്ഛൻ എന്ത് നോക്കിയിരിക്കും? ഞാനൊരു പുതിയ കാർ ഇത് കൊടുത്തിട്ട് പുതിയ കാർ എടുക്കുന്നു. ബാക്കി അവിടെ കിടന്ന് ഈ എന്തോ പറയാൻ ഈ ജീവിതം കൂട്ടിമുട്ടിക്കാനായിട്ട് പുള്ളി കിടന്ന് ചക്രശ്വാസം വലിക്കുമ്പോൾ പറയുന്നത് എന്താ? ഇത് കൊടുത്തിട്ട് പുതിയ കാർ എടുക്കാൻ. ആ മോഹം കയറി. കാറിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, പല കാര്യങ്ങളിൽ. എനിക്കറിയാം പല വീടുകളിൽ. അടുത്ത വീട്ടിലൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു. അപ്പം നമുക്കൊന്ന് വാങ്ങണ്ടേ? കാശുണ്ടേ മേടിച്ചു. ബാധ്യത ഇട്ട് വാങ്ങാൻ ഞാൻ ആളല്ല. എന്താ കാര്യം കൂടി ചേർത്താ പറയണം. അപ്പം നിങ്ങൾക്ക് സന്തോഷമാകും. സ്വന്തം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് അതൊന്നും ചെയ്യാത്തത്. കിട്ടുമ്പോൾ നമുക്ക് വാങ്ങാം. കിടന്ന് വെള്ളം വയ്ക്കല്ലേ? അല്ല പെറുപിറുക്കല്ലേ? അതിവിടെ ഉണ്ടല്ലോ, പെറുപിറുപ്പ് ഇതിലുണ്ടല്ലോ. ദുർമോഹം. യാക്കോബിൻ്റെ വചനങ്ങളൊന്ന് കടമെടുക്കാം. മോഹം ഗർഭം ധരിച്ച് പാപം മുഴുത്തിട്ട് ഈ മോഹം ഇവിടെ കൊണ്ടെത്തിച്ചു.
ആത്മീക മരണത്തിൽ എത്തിച്ചു എന്ന് പഠിച്ചോണം, അക്ഷരികമല്ല. ഹല്ലേലൂയ. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ സ്നാനപ്പെടുമ്പോൾ ഇത് സംഭവിക്കണം. പണ്ടടുത്ത് സ്നാനപ്പെടാൻ നേരത്തെ ഗെയ്യപ്രാം സാറ് സ്നാനപ്പെടുത്താതെ കൈ പൊക്കി പിടിച്ചോണ്ടിരിക്കുക. എന്തിനാണോ കൈ പൊക്കി പിടിക്കുന്നത്? ഒരെണ്ണത്തിന് ഓരോരുത്തർ കൊടുത്തിട്ടാണ് ഞാൻ ഈ കൈ മുക്കത്തുള്ളൂ. അവരൊക്കെ എന്തിനാണ് മുക്കിയത്? 2 അടിയും കൊടുത്ത് ഓടിച്ചു വിടണം അവിടെ. ഹല്ലേലൂയ. ഇന്ന് മാനസാന്തരപ്പെടാതെ സ്നാനപ്പെടുന്നു സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്നവരാരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ക്യാപ്റ്റൻ പോലെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ അദ്ദേഹം വടക്കേ ഇന്ത്യയിൽ പോയപ്പോൾ ഒരു വലിയ കൂട്ടം മീറ്റിങ്ങിന് വിളിച്ചിരിക്കുക. ഒരു വലിയ കൂട്ടം ജനം നദിയിലിങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞു, ക്യാപ്റ്റൻ ശമ്പല് ചോദിച്ചു, സഹോദര അതെന്താ ഒരു വലിയ ഗ്രൂപ്പ് അവിടെ നിൽക്കുന്നത്? അതിങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുള്ളി ചോദിച്ചു, ഇത്രയും പേര് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുത്തുകയാണ്? അത് രക്ഷിക്കപ്പെട്ടതെന്നല്ല ഭാഷ, സ്നാനപ്പെടുത്താനായിട്ട് കോൺട്രാക്ട് കൊടുത്തിരിക്കുക. സ്നാനത്തെക്കുറിച്ച് നമ്മളിവിടെ എന്താ പറഞ്ഞത്? യേശുവിനോട് ചേരുവാൻ, യേശുവിനെ ധരിക്കുവാൻ. ആ മഹത്വരമായ അനുഭവങ്ങളെ നശിപ്പിച്ച് കളയുന്ന ഒരു കൂട്ടം കള്ളപ്രവാചകന്മാരും ദുർപ്രേക്ഷകന്മാരും ആത്മീയ ഗോളത്തിൽ കിടന്ന് വിലസുന്നുണ്ട്. നമ്മളിത് മനസ്സിലാക്കുന്നു. ഏതെങ്കിലും ഇതിലൊരു ചീത്ത വാക്ക് പറയുമ്പോൾ എന്നെ കൂടിയാ ബാധിക്കുന്നത്. വെള്ളമായിട്ട് നടക്കണ്ടല്ലോ. എന്തിനാ നടക്കുന്നത്? ജോലിയെ കൂലിക്കളോ, ഞാൻ ജോലി ചെയ്താൽ പോരായിരുന്നോ എന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് വിഷമമില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജീർണിച്ച് കിടക്കുന്ന നമ്മുടെ ആത്മീയ ഗോളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ദൈവമക്കൾ ഒരുങ്ങിക്കും. കർത്താവിൻ്റെ വരവിൽ പോണമെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, അവൻ്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീർന്ന് ഈ വചനം കേട്ടനുസരിച്ച് ജീവിച്ച് 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 ശുദ്ധീകരണം പ്രാപിച്ച് നാമോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനമാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവർ കോടതിയിൽ പോകാൻ പറ്റുമോ? സഹോദരനോട് ക്ഷമിക്കത്തില്ലേ? ഈ പത്രോസ് വന്ന് ചോദിച്ചില്ലേ, എത്ര വട്ടം പഴച്ചാൽ ക്ഷമിക്കണം കർത്താവേ? ഈ ക്ഷമയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെപ്പോഴും എത്ര വട്ടം, ഒരു 5-6 പ്രാവശ്യമൊക്കെ മതിയോ? എന്താ പറഞ്ഞു കർത്താവ്? 7 KJV ട്രാൻസ്ലേഷൻ എടുത്ത് വായിച്ചു പഠിച്ചു. സംഖ്യയില്ല അതിന്. 7 കുടിച്ചാൽ കാൽക്കുലേറ്ററിൽ സംഖ്യ കിട്ടും. എന്നാൽ KJV ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷിലുള്ള പ്യൂർ ട്രാൻസ്ലേഷൻ സംഖ്യയില്ല. ക്ഷമിച്ചോണം. നാളെ കുർത്തക്കടെ പിന്നെയും ഒന്ന് ക്ഷമിച്ചോണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർ കോടതിയിൽ രക്ഷിക്കപ്പെട്ട വക്കീലിനെ കൊണ്ട് കോടതിയിൽ കേസ് വാദിക്കാൻ പോവുക. ഒരു പ്രസ്ഥാനം വേറൊരു പ്രസ്ഥാനത്തിന് വരും. ഏത് സ്വർഗത്തിലാണ് പോകുന്നേ? ഹല്ലേലൂയ. കാരണം എന്താ? പ്രസ്ഥാനം വളർത്തിയെടുക്കണം. ഞങ്ങൾക്ക് ഇത്ര സഭ, ഞങ്ങൾക്ക് ഇത്ര കൂട്ടം, ഞങ്ങൾക്ക് ഇത്ര ലാക്സ് ഉണ്ട്. ബാംഗ്ലൂരുകാരൻ പറഞ്ഞു, പേര് പറയത്തില്ല, പേടിക്കണ്ട, ഞങ്ങൾക്ക് 8 ലക്ഷം ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനു കൊള്ള 8 ലക്ഷം? ഉപ്പ് നോക്കാൻ വല്ലതും ഉണ്ടോ അതിന് ഗുണമുള്ളത്? ഹല്ലേലൂയ. അവരിൽ മിക്കപേരും മരുഭൂമിയിൽ, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ. അതാണ് നമ്മുടെ വിഷയം. ഇവിടുത്തെ വിഷയങ്ങളല്ല നമുക്ക് വിഷയം. നമുക്ക് മരുഭൂമിയിൽ പട്ടുപോകരുത്, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണു പോകരുത്. ദുർമോഹം. അടുത്ത ആൻറ്റി വായിച്ചാട്ടെ. ബാക്കി അവിടെ നിൽക്കട്ടെ. തിന്നാനും കുടിപ്പാനും എഴുന്നേറ്റു. നമുക്കിപ്പോൾ ചാപ്പാടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കെൻഡി ചിക്കനും പിന്നെ പസ്തയും പിന്നെ അൽഫാം ഇതൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയം എന്ത് ചെയ്യുക? മോഹൻലാലിനെയും മമ്മൂട്ടിനെയും കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ പല സമയത്ത് ഒരു സമയമൊക്കെ അവ എന്നെ ഭയങ്കരമായിട്ട് വൈകുന്നേരം ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആ ചൂടായവനെ വിളിച്ച് അടിച്ചിട്ടുണ്ട്. അവിടെ ഇല്ലടാ, നീ പറഞ്ഞ സത്യം, നീ കുർത്തക്കട കാണിച്ചുകൊണ്ടിരിക്കണമല്ലേ നിനക്ക് പുള്ളിയോട് ദേഷ്യം വന്നത്. അവിടെ ഇരിക്കാൻ പറഞ്ഞു, ഇവിടെ പിടിച്ചിരുത്തി. ഹല്ലേലൂയ. തിന്നാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ സമയം എന്തിനു ചെലവഴിക്കുന്നു? പ്രാർത്ഥനയ്ക്കും വചനധ്യാനത്തിനും വിശുദ്ധ ജീവിതത്തിനും നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ടോ? റോമാലേഖനം 6-ാം അധ്യായം പഠിച്ചാൽ നമ്മളിവിടെ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ടിരിക്കണം ഓരോ ദിവസവും. ഈ മീറ്റിങ്ങിൽ ഒരു ശുദ്ധീകരണം, അടുത്ത മീറ്റിങ്ങിൽ ഒരു ശുദ്ധീകരണം, ഓരോ മീറ്റിങ്ങിലും ശുദ്ധീകരണം പ്രാപിച്ച് നമ്മുടെ സ്വത്രം അഴുക്കുകളും അശുദ്ധികളെല്ലാം കളഞ്ഞ് കറയും കളങ്കും ഇല്ലാത്തവരായി അവരെ വിശുദ്ധിയോടെ തേജസ്സോടെ മുൻനിർത്തണം. കർത്താവ് രക്തം ചൊരിഞ്ഞ് അതിനു വേണ്ടിയാ.
നിനക്ക് കാറ് തരാനും വീട് തരാനുമല്ല, രക്തം തെരിഞ്ഞ് നിന്റെ മുകളിലോട്ട് എത്തിക്കാനാണ്. ഓ ഹല്ലേലൂയ. സൂരപാത ഭാഷാന്തരാജന. അതുകൊണ്ട് നമുക്ക് വിശുദ്ധിയുള്ളവരായി ജീവിക്കാം. മോഹങ്ങളെല്ലാം നമുക്ക് മാറണം. ക്രിസ്തുവേശുള്ള ജഡത്തിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നു. അടുത്ത അഞ്ച് വായിച്ചിട്ട് അടുത്ത പോയിന്റ് വായിച്ചാട്ട് പെട്ടെന്ന് നിർത്താം. വിഗ്രഹാരാധികൾ വിട്ടുകളഞ്ഞു. അത് വായിച്ചായിരുന്നല്ലേ? ദ്രവ്യാഗ്രഹി വിഗ്രഹാരാധന. വിഗ്രഹാരാധന ഇപ്പോൾ പലർക്കും പാസ്റ്റർമാരാണ് വിഗ്രഹാരാധന. ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് കൊലോസുലേഖനം. ഇന്ന പാസ്റ്റർ പ്രസംഗിക്കണം, ഞാൻ പ്രസംഗിച്ചാലും ആര് പ്രസംഗിച്ചാലും വചനമാണെങ്കിലും ഒക്കെ നമുക്കറിയാം. ഒരു ഗ്രൂപ്പുള്ളത്, അവർ അച്ചായന്മാർ പ്രസംഗിച്ചാൽ അവർ എടുക്കുകയുള്ളൂ. ഇല്ലാത്തവർ പ്രസംഗിച്ചാൽ ഞങ്ങളുടെ അച്ചായൻ പറയണം, ഞങ്ങളുടെ അച്ചായൻ ദൂത് പറയണം, ഞങ്ങൾ എടുക്കണമെങ്കിൽ. അപ്പോൾ കഴിവിട്ട് നടക്കുക. ആ വിയോപ്പെത്തിട്ട് ഞാൻ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. എന്നോട് പറഞ്ഞു, ഒരു സഹോദരൻ എൻ്റെ അടുക്കാൻ വന്ന് പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞു, നീ മാനസാന്തരപ്പെടാൻ പറഞ്ഞു. പാവം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാരും ശരിയല്ലെന്ന് പറയണ പുള്ളി. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. വിഗ്രഹാരാധന പാസ്റ്റർമാരെ ദൂതന്മാരെ പോലെ ആരാധിക്കുന്ന ഒരു കാലഘട്ടമായി മാറി. ദാറ്റ് ഈസ് ഇൻ ഗ്രേറ്റ് സിന്നാണത്. തെളിയിച്ചു തരാൻ എനിക്ക് കഴിയും, ഞാനതിന് സമയമെടുക്കുന്നില്ല. പൗലൂസ് പറയുന്നത്, ആകയാൽ നാമും സാക്ഷികളിൽ എത്ര വലിയൊരു സമൂഹം. ഞാൻ രാവിലെ യോർച്ചനോട് പറഞ്ഞു, നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകപ്പെട്ടു എന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ അച്ചായനെ നോക്കിക്കൊള്ളണം. യേശുവിനെ നോക്കണം. ഇനി എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ തുടക്കം ഒന്ന് വായിച്ചേ. പെട്ടെന്ന് വായിച്ചേ. എബ്രായ ലേഖനം 3-ന്റെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളി, നമ്മുടെ മേലുള്ള വിളിയെത്താൻ ഓർത്തോണം. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ഈ എബ്രായ ലേഖനത്തിൽ യേശുവിനെ നോക്കാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം പൗലൂസ് പറയുന്നുണ്ട്. അതൊന്നുകൂടി ഒന്ന് വായിച്ചോട്ടെ. അത് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. പെട്ടെന്ന് അങ്ങനെ വായിച്ചാൽ ഇത്ര ശരിയാകത്തില്ല. 12-ന്റെ 1-ാം വാക്യം. സ്തോത്രം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ, ലുക്കിംഗ് അൺടു ജീസസ് ആൻഡ് ഓതർ ആൻഡ് ഫിനിഷർ. ഓട്ടം തികച്ചവൻ യേശു. 11-ാം അധ്യായത്തിൽ 6 മുതൽ പേരെടുത്ത് പറയുന്ന ശമൂവേൽ പ്രവാചകന്മാർ വരെയുള്ള പേരുകൾ പരിശുദ്ധാത്മാവിൽ പൗലൂസ് എഴുതി വന്നിട്ട് ഒരൊറ്റ എണ്ണത്തിനെ നോക്കിപ്പോകരുത്. കാരണം നോക്കിയാൽ ഇടപാട് തീർന്നു തന്നെ. ഓട്ടം തികച്ചവൻ, ദ ഓതർ ആൻഡ് ഫിനിഷറെ നോക്കിപ്പോണം. ഈ സാക്ഷി പറയുമ്പോൾ നമ്മൾ പറയണത് എന്താ? കൃത്യം കണ്ടവൻ പറയുന്ന സാക്ഷിയെ ചേച്ചി വിളിക്കുക, അല്ലെങ്കിൽ ഓടാവുന്നത് പൊക്കോളാൻ പറയും, ഓടിച്ചുവിടുകയുള്ളൂ. ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു, നീ നിൻ്റെ തോന്നൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, നീ കണ്ടു എന്ന് ചോദിക്കും കോടതി. കൃത്യം കണ്ട സാക്ഷികൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാരാണ് കൂടെ നടന്നത്. അവരെഴുതി വെച്ചേക്കുന്നത്. പൗലോസ് അത് ആത്മാവിൽ കണ്ടു. ഹല്ലേലൂയ. കണ്ടു, കേട്ടു, തൊട്ട്, നോക്കി. 1 യോഹന്നാൻ 1-ന്റെ 1, 2, 3, 4. ഹല്ലേലൂയ. സ്വന്തം. പിന്നെ അടുത്ത 5 വായിച്ചാട്ടെ, സമയം പോയി. വിഗ്രഹാരാധികളാകരുത്. പരസംഗം എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണം വാക്യം കൂടെ വായിച്ചാൽ മതി. ദൂത് അതിലുണ്ട്. റോമർ 7-ന്റെ 1 മുതൽ പെട്ടെന്ന് വായിച്ചേ, പടേന്ന് വായിച്ചേ. അച്ഛാ ഒരു 5 മിനിറ്റ് മുമ്പോട്ട് പോകും കേട്ടോ. ആമേൻ. മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തൊക്കെയും ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഭർത്താവ് സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായപ്രമാണത്തിൽ നിന്നും ഒഴിവുള്ളവളായി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരിണിയെ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ന്യായപ്രമാണത്തിന്റെ വ്യവസ്ഥിതിയിലേക്ക് പോകുന്നവർക്ക് കൊടുക്കുന്ന ഒരു ദൂതാണിത്. കർത്താവായ യേശുക്രിസ്തു നിന്റെ ഭർത്താവായി ജീവിച്ചിരിക്കുമ്പോൾ അടിമനുഖമായ ന്യായപ്രമാണത്തിലേക്ക് പോയാൽ നീ ക്രിസ്തുവിനെ വിട്ടുപോയ നീ പരസംഗം ചെയ്യില്ല. ഖണ്ഡിക്കാൻ പറ്റുമോ നമുക്ക് ആ ദൂതിനെ? വ്യഭിചാരിണികളായുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. ലോകത്തിന്റെ സ്നേഹിതനാകും വലിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ശത്രുവായി മാറുന്നു. ഒരു നിർമ്മല കന്യയെ വേലി കടിക്കുവാൻ കർത്താവ് വരുമ്പോൾ നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയാൽ
ദൈവസ്നേഹത്തെ വിട്ടുപോയാൽ, ക്രിസ്തുവിൻ്റെ കർത്താവിനോട് യേശു ക്രിസ്തുവിൻ്റെ ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നമ്മൾ പോയാൽ നമ്മൾ വഷളാകുന്നു, നമ്മൾ പരസംഗം ചെയ്യുന്നവരാണ്. ഇസ്രായേൽ മക്കൾക്ക് ആക്ഷരിക പരസംഗം, ആത്മീകമായ പുതിയ നിയമ ഇസ്രായേലിന് ആത്മീകമായ പരസംഗം. മനസ്സിലാവേണ്ട ദൂത്. അടുത്ത വാക്യം വായിച്ചാട്ടാക്കി. ഇപ്പോൾ പറയാം, അടുത്ത വായിക്കാം. അല്ല അത് മതി കാര്യം മനസ്സിലായി. അത് 6 വരെയുള്ള വാക്യം വായിച്ച് പഠിച്ചോണം. അടുത്ത വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. നമ്മൾ ആത്മീയ പരസംഗം ചെയ്യരുത്. ക്രിസ്തുവിനെ വിട്ടു പോകരുത്. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിന്നോണം. കർത്താവിൻ്റെ പ്രമാണത്തിൽ നമ്മൾ നിലനിൽക്കണം. അവർ മോശയെ ധരിച്ചു, അല്ല അവർ മോശയോട് ചേർന്നു, നമ്മൾ യേശുവിനോട് ചേർന്നു. യേശുവിനോട് ചേർന്നവന് യേശുവിനെ ധരിച്ചിരിക്കുക. പിന്നെ നിന്നെ കാണേണ്ടത് യേശുവിനാണ്. കൊരിന്ത സഭയിൽ അത് സംഭവിച്ചു. പെരുമ്പാവൂരുള്ള ദൈവസഭയെ അത് സംഭവിക്കണം. നമ്മൾ അടുത്ത വാക്യം വായിച്ചാട്ടെ. പരീക്ഷ ദൈവത്തെ എങ്ങനെയാ പരീക്ഷിക്കുന്നത് ദൈവമക്കളെ? പുതിയ നിയമത്തിലൊരു ഗോൾഡൻ വാക്ക് ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 11-ാം അധ്യായം ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പ്രവൃത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ദൈവത്തെ സ്തോത്രം. നമ്മുടെ ആ വാക്യം ഇങ്ങനെയാണ്: നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഇതിലുള്ള വാക്യമാ നുകം. അത് വാക്യം വായിച്ചേ. ഭയങ്കര ഒരു വാക്യമാണ്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ ദൈവമക്കളൊന്ന് ഭൂമിയിലുണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. സ്തോത്രം സ്തോത്രം സ്തോത്രം. 15-ാം അധ്യായം നമുക്കും നമ്മുടെ 15-ാം അധ്യായം വായിച്ചാട്ടെ. അതിൻ്റെ 9-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കുന്നതെന്ത്? 10-ാം വാക്യം. ആകയാൽ നമ്മുടെ പിതാക്കന്മാർക്കും നമുക്കും വായിച്ചാൽ ഈ നുകം ഏതാ? ന്യായപ്രമാണം. അടുത്ത് ഇവിടുത്തെ വിഷയം ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കൽ കർത്താവിൻ്റെ കൂടെ നടന്ന പലരും ചെയ്തുകൊണ്ടിരുന്നു. അവർ ന്യായപ്രമാണ തൽപരരാകുന്നു. ഇടില്ലേ, വായിച്ചിട്ടില്ലേ? ന്യായപ്രമാണ തൽപരരാണ്. ആരാ? യഹൂദന്മാർ. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് മുമ്പോട്ട് വന്ന ഒത്തിരി പേരുണ്ടെങ്കിലും അവർ ന്യായപ്രമാണ തൽപരരാണ്. അവരോടാണ് പൗലോസ് പറയുന്നത്, നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഈ ന്യായപ്രമാണം എന്ന ദുഃഖം പുതിയ നിയമ ജാതികളിൽ നിന്ന് വരുന്നവർക്കും ഇസ്രായേൽ മക്കളിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്നവർക്കും അവരുടെ കഴുത്തിലോട്ട് കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിക്കരുത്. ആ വാക്യത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ ഞാൻ 2 ചാട്ടം ചാടി. ഇന്ന് പലരും അത് ചെയ്തുകൊണ്ടിരിക്കുക. നിർത്തിക്കോണം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി അടുത്തത് എന്താണ്? പിറുപിറുപ്പ്. അത് മതി. ഇനി നമ്മൾ കൊരിന്ത ലേഖനത്തിലേക്ക് വന്നു. അന്ന് വായിച്ചാൽ പിറുപിറുത്ത് സംഹാരിയായി. എനിക്കായിരിക്കും ഏറ്റവും കൂടുതൽ പിറുപിറുപ്പ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ പിറുപിറുപ്പുകാരാ ദൈവമക്കളെ. കിട്ടുന്നതിലൊന്നും തൃപ്തിപ്പെടത്തില്ല. ഇത് കിട്ടുമ്പോൾ അത് വേണം, ഈ മോഡൽ വിട്ട് വേറൊരു മോഡൽ വേണം, അങ്ങനെയല്ല ഇങ്ങനെ വേണം, അതുകൂടി വേണം, ഇതുകൂടി വേണം. നമുക്ക് ഉള്ളതിൽ തൃപ്തിപ്പെടാൻ പറ്റത്തില്ല. പൗലോസ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. പിതാവാം ദൈവത്താലും യേശുക്രിസ്തുവിനാലും അപ്പോസ്തലനായി നിയമിക്കപ്പെട്ട പൗലോസ് പറഞ്ഞു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവീൻ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് ബഹു ദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടാനാ പറയുന്നത്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പറയേണ്ട ഒരു ദൂതാണത്. ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്ത് പാസ്റ്റർമാർ ഇവിടെ നമ്മുടെ വരും. ഏറ്റവും ചക്കും ചുക്കും അറിവിടാത്തൊരു കാലഘട്ടമാണ്. ഞങ്ങൾ ദൂതന്മാരെ പോലെയാണ് ഇവിടെ കരുതുന്നത്. ഇവിടെ വന്ന് ഒരു 10 വർഷം കഴിഞ്ഞപ്പോഴാണ് പാസ്റ്ററെ മനസ്സിലാക്കുന്നത് ഇവരൊന്നും ദൂതന്മാരല്ല, നമ്പർ 1 ഫ്രോഡാണെന്ന് മനസ്സിലായി. റേറ്റ് പറഞ്ഞ കാശ് വെട്ടിക്കോ. മനസ്സിലായോ? വേദന ഉണ്ടായി. ഞങ്ങളത് അന്ന് അവിടെ വെച്ച് കണ്ടു, അനുഭവിച്ചു. ഞങ്ങൾക്കത് മനസ്സിലായില്ല. കാരണം ഈ വ്യവസ്ഥകളൊന്നും നമുക്കറിയത്തില്ല. ദ്രവ്യാഗ്രഹം, വിഗ്രഹാരാധന ഇതൊന്നും നമുക്കറിയത്തില്ല.
ഹല്ലേലൂയ. അതിൻ്റെ ഇരകളാണ് ഞങ്ങൾ. അതുകൊണ്ട് ഇത്ര രോഷത്തോടെ വിളിച്ച് പറയുന്നത്. ഈ അഞ്ചക്ക പാപം നമ്മളിലുണ്ട്. ഈ അഞ്ചക്ക പാപം ഒന്നോട്ട് ഓടിച്ചൊന്ന് വായിച്ചേ. അഞ്ചിനോട്ട് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അഞ്ചക്ക പാപങ്ങളൊന്ന് ഓടിച്ച് വായിച്ചേ. അല്ലെങ്കിൽ ഞാൻ വായിക്കണോ? ഞാൻ വായിക്കാം. സ്വതന്ത്രം ശ്രദ്ധിച്ച് കേട്ടോണേ. സ്വതന്ത്രം. അവർ ആയതുപോലെ നാം ദുർമോഹികളാകാതിരിക്കേണ്ടത്. ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവർ പരസംഗം ചെയ്തതുപോലെ 23,000 പേർ വീണതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം ദൈവത്തെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരികളാൽ നശിച്ചു പോയതുപോലെ അവരിൽ ചിലർ പെരുമ്പാവൂരുള്ള വിശ്വാസികളായ ഞാനും ഇപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ഒരാളാണ്. നമ്മളാരും ഈ ഗതികെട്ട അനുഭവം നമുക്കുണ്ടാകുന്നത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടെ പാട്ടും പാടി കർത്താവിനെ ആരാധിച്ച് ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന ദൈവസ്നേഹത്താൽ നിറയപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ ദൂത് നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധിപരിശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നുവെന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകളടച്ചാട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വിലപ്പെട്ട 2 ദാസന്മാരും 2 സന്ദേശങ്ങൾ തന്നു. ഞാനത് 2 ഏറ്റെടുത്തു. ഹല്ലേലൂയ. എന്നാൽ അതിനോട് ചേർത്ത് വയ്ക്കുവാൻ ഒരു ശുദ്ധീകരണത്തിൻ്റെ ദൂത് കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കും. എന്തുകൊണ്ടും ഈ 16-ാം ദിവസം നവംബർ 2024 മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമാണ്. ദേവദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അവസാനം കേട്ട ദൂതിന്റെ മുൻപാകെ സമർപ്പിച്ച് ഒന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം പറഞ്ഞാണ്. സ്തോത്രം.